ഹായ് മക്കളെ, വെൽക്കം ടു വിങ്സ് അക്കാഡമിസ് ഓൺലൈൻ ക്ലാസ്സസ്. അപ്പോൾ കഴിഞ്ഞ 2 ക്ലാസ് നമ്മൾ എന്ത് ചെയ്ത് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചല്ലേ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ പാഠത്തിലെ എൻഡ് ഓഫ് ദ ചാപ്റ്റർ എക്സസൈസ് അഥവാ ഈ ചാപ്റ്ററിലെ അവസാനമുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഒരു നോട്ട്ബുക്കും പേനയും പെൻസിലൊക്കെ എന്ത് ചെയ്യുക, ക്ലാസ് അറ്റൻഡ് ചെയ്യുക കേട്ടോ. ചെറിയ ചെറിയ പ്രോബ്ലംസ് ഉള്ളൂ കേട്ടോ. തുടക്കത്തിൽ 1005 എന്താണ്, സിമ്പിളാണ്. കഴിഞ്ഞ 2 ക്ലാസ് നമ്മൾ എന്ത് റയാൻ റൂമിന് പ്രോബ്ലംസ് ചെയ്തല്ലേ, അതെല്ലാവരും പഠിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു. അത് കണ്ടിട്ട് മാത്രം എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ കാണാം കേട്ടോ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, പിള്ളേരെ ശ്രദ്ധിച്ചോ കേട്ടോ. ക്വസ്റ്റ്യൻ ഞാൻ വായിച്ചിട്ട് പറഞ്ഞുതരാം, എന്നിട്ട് എഴുതിരുത്താൽ മതി. ഓക്കെ, വായിച്ചു നോക്കി. വാട്ട് ആർ ദ എക്സ് കോർഡിനേറ്റ് ആൻഡ് വൈ കോർഡിനേറ്റ് ഓഫ് ദ പോയിന്റ് ഓഫ് ബോത്ത് കോർഡിനേറ്റ് ഇന്റർസെക്ട്സ്? വായിച്ചില്ലേ? ക്വസ്റ്റ്യൻ വായിച്ചില്ലേ? നോക്കി, ക്വസ്റ്റ്യൻ പറയുമ്പോൾ കുറച്ച് കാര്യം പറയാം കേട്ടോ. നോക്കി പിള്ളേരെ, നമ്മൾ എന്താ പഠിക്കണം? കോർഡിനേറ്റ് ജിയോമെട്രി പഠിക്കണം. ഈ കോർഡിനേറ്റ് ജിയോമെട്രി ഏതൊരു ക്വസ്റ്റ്യൻ എടുത്താലും അതിൽ നിന്നുണ്ടാവും ഒരു എക്സ് ആക്സിസും വൈ ആക്സിസും ഉണ്ടാവും അല്ലേ. നോക്കി, ഇതാണ് എൻ്റെ എന്ത്, എക്സ് ആക്സിസ്. ഇതാണ് എന്ത്, ഈ വെർട്ടിക്കലി വരയ്ക്കുന്ന ലൈനാണ് എന്ത്, വൈ ആക്സിസ് അല്ലേ. ശരിയല്ലേ? നോക്കി, ഈ ലൈൻ നമ്മൾ എന്ത് വിളിക്കുന്നു അമ്മ? എക്സ് ആക്സിസ് എന്ന് വിളിക്കും അല്ലേ. ഈ ഒരു ലൈൻ എന്ന് വിളിക്കും വൈ ആക്സിസ്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? നോക്കി, വാട്ട് ആർ ദ എക്സ് കോർഡിനേറ്റ് ആൻഡ് വൈ കോർഡിനേറ്റ് ഓഫ് ദ പോയിന്റ് ഓഫ് ബോത്ത് കോർഡിനേറ്റ് ഇന്റർസെക്ട്സ്? പിള്ളേരെ ശ്രദ്ധിച്ചേ, ഈ രണ്ട് കോർഡിനേറ്റും ഒരു പോയിന്റ് വെച്ച് കൂട്ടിമുട്ടുന്നുണ്ട് അല്ലെ. ഈ രണ്ട് കോർഡിനേറ്റും അഥവാ രണ്ട് ആക്സും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പോയിന്റ് വെച്ച് എന്ത് ചെയ്യുന്നുണ്ട്, മീറ്റ് ചെയ്യുന്നുണ്ട്. ആ പോയിന്റ് ആണ് എന്ത്, ഈ ഒരു പോയിന്റ്. ഈ ഒരു കളർ ചെയ്ത പോയിന്റിലാണ് എന്ത് മീറ്റ് ചെയ്യണം, എക്സ് ആക്സും വൈ ആക്സും മീറ്റ് ചെയ്യണം. ഇനി ഇതിന് നമ്മൾ ഒരു പേര് വിളിക്കും അല്ലേ. എന്ത് വിളിക്കും? ഇതിനെ വിളിക്കും ഒറിജിൻ ഓഫ് കോർഡിനേറ്റ് ജിയോമെട്രി അല്ലേ. ഈ പോയിന്റ് എന്ന് വിളിക്കും ഒറിജിൻ. ഈ ഒറിജിന്റെ പ്രത്യേകത ഉണ്ട്. എന്താണ്? ഒറിജിനിൽ ഉണ്ടാവുന്ന പോയിന്റ്സിന്റെ കോർഡിനേറ്റ് എത്രയായിരിക്കും? 0,0 ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇത്രയും ക്ലിയർ അല്ലേ? അപ്പൊ എന്തൊക്കെ പറഞ്ഞു? രണ്ട് കോർഡിനേറ്റ് ഉണ്ട് അല്ലേ. ഏതൊക്കെയാണ്? ഒരു എക്സ് ആക്സിസും പിന്നെ എന്തുണ്ട്, ഒരു വൈ ആക്സിസും. ഈ എക്സും വൈയും മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് എന്ത്, ഒറിജിൻ. ഈ എക്സും വൈയും മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് എന്ത്, ഒറിജിൻ. ഇനി ഒറിജിനിലെ കോർഡിനേറ്റ്സ് എപ്പോഴും എന്തായിരിക്കും? ഒറിജിനിലെ കോർഡിനേറ്റ്സ് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. ക്ലിയർ ആയ? എക്സും 0 ആയിരിക്കും, വൈയും 0 ആയിരിക്കും. അപ്പൊ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, വാട്ട് ആർ ദ എക്സ് കോർഡിനേറ്റ് ആൻഡ് വൈ കോർഡിനേറ്റ് ഓഫ് ദ പോയിന്റ് ഓഫ് ബോത്ത് കോർഡിനേറ്റ് ഇന്റർസെക്ട്സ്? എക്സും വൈയും കൂട്ടിമുട്ടുന്ന പോയിന്റ് കോർഡിനേറ്റ്സ് ആണ് ചോദിച്ചത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, എക്സും വൈയും എവിടെ മുട്ടണം? എക്സ് ആൻഡ് വൈ മീറ്റ് അറ്റ് ഒറിജിൻ. എക്സും വൈയും അഥവാ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും എവിടെ മീറ്റ് ചെയ്യണം? ഒറിജിനിലാണ് മീറ്റ് ചെയ്യണം. ഇനി എക്സ് കോർഡിനേറ്റിലെ നോക്കിയുള്ളവരെ, ഒറിജിന്റെ എക്സ് കോർഡിനേറ്റ് എത്രയാണ്? എക്സ് ഇസ് ഈക്വൽ ടു 0. എക്സ് എത്രയാണ്? 0. ഇനി വൈ എത്രയാണ്? വൈ ഇസ് ഈക്വൽ ടു 0. ഇത്രേ ഉള്ളൂ. എന്ത്, നമ്മുടെ ക്വസ്റ്റ്യനിലെ ആൻസർ എന്താണ്? എക്സും വൈയും ഒറിജിനിലാണ് കൂട്ടിമുട്ടണം അല്ലേ. ഇനി ഒറിജിന്റെ എക്സ് കോർഡിനേറ്റ് എത്രയായിരിക്കും? 0 ആയിരിക്കും. ഇനി ഒറിജിനിന്റെ വൈ കോർഡിനേറ്റ് എത്രയായിരിക്കും? 0 ആയിരിക്കും. ഇത്ര ഉള്ളൂ കേട്ടോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആയില്ലേ? മനസ്സിലായില്ലേ? മനസ്സിലാവാത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് സ്കിപ്പ് അടിച്ച് ബാക്ക് ചെയ്യുക. എന്ത് ചെയ്യുക, ഒന്നും കൂടി കാണാം. ഒന്നുമില്ല, എന്താണ്, എക്സും വൈയും എന്തെല്ലാം മീറ്റ് ചെയ്യണം? ഒറിജിനിൽ. ഇനി ഒറിജിനിലെ കോർഡിനേറ്റ് എന്തൊക്കെയാണ്? 0,0. ക്ലിയർ ആയില്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിൽ പോകാം കേട്ടോ. പിള്ളേരെ ശ്രദ്ധിക്കട്ടോ, ഇത് കുറച്ച് ആലോചിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. പോയിന്റ് W as x coordinate equal to -5. Can you predict the coordinates of the point which is on the line through W parallel to y axis? Which coordinates can it lies in? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. പിള്ളേരെ നോക്കി, നമ്മളോട് എന്താ പ്ലോട്ട് ചെയ്യാൻ പറഞ്ഞേക്കണം? നോക്കി, ഒരു W എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്. എന്ത് പോയിന്റ്? W. അപ്പൊ ഈ W എന്ന് പറഞ്ഞ പോയിന്റ് വലിയ പ്രത്യേകത ഉണ്ടാ? ഈ W എന്ന് പറഞ്ഞ പോയിന്റ് വലിയ പ്രത്യേകത ഉണ്ടാ? W എന്ന് പറഞ്ഞ പോയിന്റ് എന്താ പ്രത്യേകത? W-ന്റെ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? W-ന്റെ എക്സ് കോർഡിനേറ്റ് -5 ആയിരിക്കും. ക്ലിയർ അല്ലേ? W-ന്റെ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? -5. അപ്പൊ ഇതാണ് നമ്മുടെ എന്ത്, കോർഡിനേറ്റ് ജിയോമെട്രിയിലെ കോർഡിനേറ്റ് സിസ്റ്റം. എന്തുണ്ട്? ഒരു
എക്സ് ആക്സിസ് ഉണ്ട്, പിന്നെന്തുണ്ട്, ഒരു വൈ ആക്സിസ് ഉണ്ട് അല്ലേ. ഓക്കെ പിള്ളേര് നോക്കി, ഇതിൽ എവിടെയാണ് -5 വരണ നോക്കി പിള്ളേര്, ഇതാണ് എൻ്റെ എന്ത് എക്സ് ആക്സിസ്. നമ്മൾ പറയണ്ടേ പോയിന്റ് ഡബ്ല്യുവിന്റെ എക്സ് കോർഡിനേറ്റ് എത്രയായിരിക്കും, -5 ആയിരിക്കും. ഈ എക്സ് ആക്സിസിൽ എവിടെ ആയിരിക്കും -5 വരണം നോക്കി, ശ്രദ്ധിച്ചു നോക്കി, ഇവിടെയാണ് എന്ത് വരാ, -5 വരാം. ഓക്കെ, അപ്പൊ ഇവിടെ ഇരിക്കും എന്ത് വരാ, ഡബ്ല്യു വരാം. ക്ലിയർ ആയ? ഓക്കെ, ക്വസ്റ്റ്യൻ എന്ത് പറഞ്ഞിട്ടുള്ളൂ, എക്സ് കോർഡിനേറ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ എക്സ് കോർഡിനേറ്റ് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണ്, ഈ ഡബ്ല്യു എന്ത് ചെയ്യണ്, എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കുകയാണ്. എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ ഒരു പോയിന്റ് എടുക്കാം. കാരണം എന്താണ്, ഇവിടുത്തെ എക്സ് കോർഡിനേറ്റും എന്താണ്, -5 ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണ്, എൻ്റെ ഇഷ്ടം ഞാൻ എന്ത് ചെയ്യണ്, ഈ ഒരു ആക്സിസിൽ എന്ത് ചെയ്യണ്, എന്റെ ഡബ്ല്യു എടുക്കുകയാണ്. ക്ലിയർ ആയ? മനസ്സിലായ? അപ്പൊ ഞാൻ എന്ത് ചെയ്യണ്, ഈ ഒരു ആക്സിസിൽ ഞാൻ എന്ത് ചെയ്യണ്, എന്റെ ഡബ്ല്യു എടുത്ത്. അപ്പൊ ഈ ഒരു ആക്സിസിൽ ഡബ്ല്യു എടുത്തുകൊണ്ട് ഇവിടുത്തെ കോർഡിനേറ്റ് എത്രയായിരിക്കും, -5,0. ഈ 0 ഇങ്ങനെ വന്ന്, കാരണം എന്താണ്, ഈ പോയിന്റ് എക്സ് ആക്സിസിലാണ് ലൊക്കേറ്റ് ആയിരിക്കണം അല്ലേ. എക്സ് ആക്സിൽ ഏതൊരു പോയിന്റ് എടുത്താലും അവിടുത്തെ എന്ത് 0 ആയിരിക്കും, വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. ക്ലിയർ ആയില്ലേ, മനസ്സിലായില്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യണം, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയണ്ടേ, നോക്കിയുള്ളവര് ഫസ്റ്റത്തെ പാർട്ട് കഴിഞ്ഞ് എന്താണ്, പോയിന്റ് ഡബ്ല്യു ആസ് എ എക്സ് കോർഡിനേറ്റ് ഈക്വൽ ടു -5. ഓക്കെ, ക്യാൻ യു പ്രെഡിക്റ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് എച്ച്. എച്ച് എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്, അതിന്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ ആരോ പറഞ്ഞേക്കണം, നമ്മളോട് പറഞ്ഞേക്കണം. ഇനി എച്ചിന് എന്താ പ്രത്യേകത നോക്കി, പോയിന്റ് എച്ച് വിച്ച് ഈസ് ഓൺ ദ ലൈൻ ത്രൂ ഡബ്ല്യു പാരലൽ ടു വൈ ആക്സിസ്. നോക്കിയുള്ളവര് ഇതായിരുന്നു നമ്മുടെ ഡബ്ല്യു എന്ന് പറഞ്ഞ പോയിന്റ് അല്ലേ. ഈ ഡബ്ല്യു എന്ന് പറഞ്ഞ പോയിന്റിന് പാരലായിട്ട് എന്ത് ചെയ്യണം, നമ്മ ഒരു ലൈൻ വരയ്ക്കണം. അതായത് ഈ ഡബ്ല്യു എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ടല്ലേ, ഈ ഡബ്ല്യു എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് പാസ് ചെയ്യുന്ന രീതിയിൽ വൈ ആക്സിസിന് പാരലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ലൈൻ വരയ്ക്കണം. ക്ലിയർ ആയ? മനസ്സിലായ? നോക്കില്ലേ, ഇതാണ് നമ്മുടെ വൈ ആക്സിസ്. ഇതിന് പാരലായിട്ടും ഡബ്ല്യു കൂടെ പാസ് ചെയ്യുന്ന ലൈനാണല്ലോ വരയ്ക്കണ്ടേ. അപ്പൊ ലൈൻ എങ്ങനെ വരും നോക്കിക്കോട്ടാ, ഇങ്ങനെ എന്ത് പോവാ, നമ്മളാ വൈ ആക്സിസിന് പാരലായിട്ടും ഡബ്ല്യു കൂടെ പാസ് ചെയ്യണം പാരൽ ലൈൻ പോവാം. നോക്കി, ഇത് ബോർഡായോണോ കറക്റ്റ് പറയുന്നത്, നിങ്ങൾ വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യുക, സ്കെയിലും പെൻസിലും കൊണ്ട് മര്യാദയ്ക്ക് വരയ്ക്കുക കേട്ടോ പിള്ളേരെ. നോക്കി, അപ്പൊ എന്ത് ചെയ്യുക, ഇതാണ് ആ ലൈൻ. ഈ ലൈനിലായിരിക്കും എന്ത് ലൊക്കേറ്റ് ആയി കിടക്കുക, എന്തുണ്ടാവുക, എച്ച് എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ടാവുക. ശരിയല്ലേ? ഇനി ക്വസ്റ്റ്യൻ എന്താണ്, ഈ എച്ച് എന്ന് പറഞ്ഞ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് നമ്മൾ എന്ത് ചെയ്യണം, പ്രെഡിക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ കണ്ടുപിടിക്കണം. അപ്പൊ ഇത്ര എടുത്താൽ മനസ്സിലായ? നോക്കി പിള്ളേരെ, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്ത് ഡബ്ല്യു ലൊക്കേറ്റ് ചെയ്തല്ലേ. ഡബ്ല്യുവിന്റെ പ്രത്യേകത, ഡബ്ല്യുവിന്റെ എക്സ് കോർഡിനേറ്റ് എന്തായിരുന്നു, -5 ആയിരുന്നു. ഡബ്ല്യുവിന്റെ എക്സ് കോർഡിനേറ്റ് -5. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, എക്സ് ആക്സിസിൽ -5 വരുന്ന രീതിയിൽ എന്ത് ചെയ്ത് ഡബ്ല്യു മാർക്ക് ചെയ്ത്, നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ എന്ത് ചെയ്ത് ഡബ്ല്യു കൂടെ പാസ് ചെയ്യണം. അതായത് ഡബ്ല്യു കൂടെ പാസ് ചെയ്യുന്നതും വൈ ആക്സിസിന് പാരലായിട്ടുള്ള ലൈൻ വരച്ച്. അപ്പൊ ഈ പാരലൽ ലൈൻ വരയ്ക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത്, ഇത് ഡബ്ല്യു കൂടെ പാസ് ആയി പോകണം അല്ലേ. അങ്ങനത്തെ രീതിയിൽ ഞാൻ എന്ത് ചെയ്ത് ഒരു ലൈൻ വരച്ച്. ഈ ലൈനിലായിരിക്കും എന്ത് കിടക്ക, എച്ച് കിടക്ക. ക്ലിയർ അല്ലേ? മനസ്സിലായേ? ഈ എച്ച് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കണം. അതായത് എച്ചിന്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ആണ് എന്ത് നമ്മ കണ്ടുപിടിക്കാൻ പോണത്. നോക്കിയുള്ളവരെ എങ്ങനെ കണ്ടുപിടിക്കും നോക്കി, നമുക്ക് വേണമെങ്കിൽ എന്താ പറയാ, എച്ചിന്റെ എന്ത് പറയാൻ പറ്റും, എക്സ് കോർഡിനേറ്റ് പറയാൻ പറ്റും അല്ലേ. എച്ചിന് എന്ത് പറയാൻ പറ്റും, എക്സ് കോർഡിനേറ്റ്. നോക്കിക്കോട്ടാ പിള്ളേരെ, നോക്കി, ഈ ലൈനിന്റെ പ്രത്യേകത എന്താണ്, ഈ ലൈൻ വരച്ചേക്കണം വൈ ആക്സിസിന് പാരലായിട്ടാണ് അല്ലേ. ഈ ലൈൻ എന്തിന് പാരലായിട്ട് വരച്ചേക്കണം, വൈ ആക്സിന് പാരലൽ. ശ്രദ്ധിച്ചോട്ടാ, ഏതൊരു ലൈനും വൈ ആക്സിന് പാരലായിട്ടാണ് പോകണമെങ്കിൽ അതിന്റെ എന്ത് സെയിം ആയിരിക്കും, എക്സ് കോർഡിനേറ്റ് സെയിം ആയിരിക്കും. എന്ത് സെയിം ആയിരിക്കും നോക്കി, ഏതൊരു ലൈനും വൈ ആക്സിന് പാരലായിട്ടാണ് പോകണമെങ്കിൽ അതിന്റെ എന്ത് സെയിം ആയിരിക്കും, വൈ കോർഡിനേറ്റ് സെയിം ആയിരിക്കും. അല്ല, എന്ത് സെയിം ആയിരിക്കും, എക്സ് കോർഡിനേറ്റ് സെയിം ആയിരിക്കും. അപ്പൊ ഈ ലൈനിൽ കൂടെ പോയേക്കണ എല്ലാ പോയിന്റിന്റെയും എന്ത് സെയിം ആയിരിക്കും, എക്സ് കോർഡിനേറ്റ് സെയിം ആയിരിക്കും. ഈ ഒരു കേസിൽ എക്സ് കോർഡിനേറ്റ് എത്ര ആയിരിക്കും, -5 ആയിരിക്കും. കാരണം എന്താണ് പിള്ളേരെ, നോക്കി, ഈ പാരലായിട്ടുള്ള ലൈനിൽ തന്നെ വരുന്നൊരു പോയിന്റിനാണ് എന്ത്, ഡബ്ല്യു എന്ന് പറഞ്ഞ പോയിന്റ് അല്ലെ. ഡബ്ല്യുവിന്റെ കോർഡിനേറ്റ് എത്രയാണ്, -5,0. അപ്പൊ ഡബ്ല്യുവിന്റെ എക്സ് കോർഡിനേറ്റ് -5 ആണല്ലേ. ഡബ്ല്യുവിന്റെ എക്സ് കോർഡിനേറ്റ് എത്രയും -5. അതേ സെയിം ലൈനിൽ തന്നെ എന്ത് വരാ, എച്ച് വരാ അല്ലേ. അതേ സെയിം ലൈനിൽ എച്ച് വരാ. അപ്പൊ
എച്ചിൻ്റെ എക്സ് കോർഡിനേറ്റും എന്തായിരിക്കും -5 ആയിരിക്കും. ക്ലിയർ ആയ മനസ്സിലായ? ഏതൊരു ലൈനും വൈ ആക്സിസിന് പാരലായിട്ട് വരച്ചെങ്കിൽ എന്താണ് ആ ലൈനിലുള്ള എല്ലാ പോയിന്റിന്റെയും എന്ത് സെയിം ആയിരിക്കും? എക്സ് കോർഡിനേറ്റ് സെയിം ആയിരിക്കും. ഇനി ഈ ഒരു കേസിൽ ഡബ്ല്യുവും എന്തിലാണ്? ലൈനിലാണ്. എച്ചും എന്തിലാണ്? ലൈനിലാണ്. അപ്പൊ ഡബ്ല്യുവിന്റെ എക്സ് കോർഡിനേറ്റ് എത്രയും -5. അപ്പൊ എച്ചിന്റെ എക്സ് കോർഡിനേറ്റും എന്തായിരിക്കണം? -5 ആയിരിക്കണം. ക്ലിയർ ആയ? അപ്പൊ നമുക്ക് എന്ത് ചെയ്താ എക്സ് കോർഡിനേറ്റ് ഓഫ് എച്ച് എത്രയാണ്? ഈക്വൽ ടു -5. എച്ചിന്റെ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? -5 ആയിരിക്കും. കാരണം എന്താണ്? എച്ച് പോയേക്കണം വൈ ആക്സിന് പാരലായിട്ടുള്ള ലൈനിൽ കൂടെയാണ് അല്ലേ? അതുകൊണ്ട് എന്താണ് എച്ച് അടക്കമുള്ള ഈ ലൈനിലുള്ള എല്ലാ പോയിന്റ്സിന്റെയും എന്ത് സെയിം ആയിരിക്കും? എക്സ് കോർഡിനേറ്റ് സെയിം ആയിരിക്കും. അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്താണ് എച്ചും ഈ ലൈനിലുണ്ട്, ഡബ്ല്യുവും ഈ ലൈനിലുണ്ട് അല്ലേ? ഡബ്ല്യുവിന്റെ കോർഡിനേറ്റ് എത്രയാണ്? -5,0. അപ്പൊ എച്ചിന്റെ എക്സ് കോർഡിനേറ്റ് എത്ര ആയിരിക്കണം? -5 ആയിരിക്കണം. ക്ലിയർ ആയ? മനസ്സിലായ? നോക്കിയ പിള്ളേരെ, ഇപ്പം എന്ത് ചെയ്ത് എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിച്ചല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യണം? വൈ കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. പിള്ളേരെ നോക്കിക്കോട്ടോ, ഈ ഒരു ലൈനിൽ എന്തുമാവാലേ വൈയുടെ വാല്യൂ. അതായത് ഈ ഒരു ലൈനിൽ ഏതൊരു പോയിന്റ് എടുത്താലും അതിന്റെ എക്സ് കോർഡിനേറ്റ് സെയിം ആയിരിക്കും. എത്രയായിരിക്കും? -5 ആയിരിക്കും. പക്ഷെ എന്താണ് വൈ കോർഡിനേറ്റ് വ്യത്യാസം വരും. വേണമെങ്കിൽ എന്താവാ? -1 ആവാ, -3 ആവാ, -4 ആവാ അല്ലേ? എന്ത് വേണമെങ്കിൽ ആവാം അല്ലേ? ക്ലിയർ അല്ലേ? 1, 2 ഏതൊരു പോയിന്റിന്റെ വാല്യൂ എന്ത് വരും? വൈക്ക് ഈക്വൽ ആയിട്ട് വരും. അപ്പൊ നമുക്ക് എന്താ പറയാം? വൈ ക്യാൻ ബി എനി റിയൽ നമ്പേഴ്സ്. ക്ലിയർ ആയ? നോക്കില്ലേ, ഒരു ലൈൻ വൈ ആക്സിന് പാരലായിട്ട് പോകുന്നതിന് എന്താണ് എക്സ് കോർഡിനേറ്റ് സെയിം ആയിരിക്കും. ഈ ഒരു കേസിൽ എക്സ് കോർഡിനേറ്റ് എത്രയാണ്? -5. ഇനി വൈ കോർഡിനേറ്റ് സെയിം ആവണമെന്നുണ്ടോ? ഇല്ല, വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. ഈ ഒരു ലൈൻ എല്ലാ പോയിന്റ്സും കൂടെ പാസ് ചെയ്യുന്നതുകൊണ്ട് എന്താണ് വൈ ക്യാൻ ബി എനി വാല്യൂ, അല്ലെങ്കിൽ എന്താ പറയുക വൈ ക്യാൻ ബി എനി റിയൽ നമ്പേഴ്സ്. ക്ലിയർ ആയ? മനസ്സിലായ? നോക്കി, ഇത്രയ്ക്ക് ഉണ്ടായുള്ളൂ. അല്ല, ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടല്ലേ, എന്താണ് വിച്ച് കോർഡിനേറ്റ്സ് ക്യാൻ എച്ച് ലൈൻ? പിള്ളേരെ നോക്കി, ഇതാണ് എൻ്റെ പടം അല്ലേ? ഇതാണ് എൻ്റെ എന്ത് ഫസ്റ്റ് കോർഡിനന്റ്, ഇതാണ് എന്ത് സെക്കൻഡ്, ഇത് തേർഡ്, ഇത് ഫോർത്ത് അല്ലേ? ഇങ്ങനല്ലേ കോർഡിനൻസോ? നോക്കി, ഇതാണ് എൻ്റെ എന്ത് ഫസ്റ്റ് കോർഡിനന്റ്. ഈ ഒരു അടുത്ത ഇതാണ് സെക്കൻഡ്, തേർഡ്, ഫോർത്ത് അല്ലേ? നോക്കി, എച്ച് എന്ന് പറയുന്ന പോയിന്റ് ഇതിലാണ് ഈ ഒരു ലൈനിൽ കൂടെ, അതായത് ഡബ്ല്യു കൂടെ ക്രോസ് ചെയ്യണം വൈ ആക്സിന് പാരലായിട്ട് പോയ ലൈനിൽ എന്തുണ്ടാവുക? എച്ച് വരാം അല്ലേ? എച്ച് ഏത് രണ്ട് കോർഡിനൻസിൽ കൂടെ പാസ് ചെയ്തേക്കണം? സെക്കൻഡും തേർഡും അല്ലേ? നോക്കി, ഈ ഒരു ലൈൻ നോക്കി, സെക്കൻഡിനും തേർഡിനും ഉള്ളിൽ കൂടെ എന്ത് പാസ് ചെയ്തേക്കണം? ഈ ഒരു ലൈൻ പാസ് ചെയ്തേക്കണം. അപ്പൊ ഈ ഒരു തേർഡ് ക്വസ്റ്റിന്റെ ആൻസർ എത്രയായിരിക്കും? വിച്ച് ആർ ദ കോർഡിനൻസ് ക്യാൻ എച്ച് ലൈൻ? എന്തായിരിക്കും ആൻസർ? സെക്കൻഡും തേർഡും. കാരണം എന്താണ് ആ ലൈൻ പാസ് ചെയ്യണ ഏതൊക്കെ കോർഡിനൻസിലാണ്? സെക്കൻഡിലും തേർഡിലാണ്. ക്ലിയർ ആയില്ലേ? മനസ്സിലായില്ലേ? നമുക്ക് എന്താ ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. നോക്കി, കൺസിഡർ ദ പോയിന്റ്സ് ആർ, എ, എം, പി. നമുക്ക് എന്ത് ചെയ്യണ്ട്? കുറച്ച് പോയിന്റ് വന്നേക്കണല്ലേ? പേരെന്തൊക്കെയാണ്? ആർ, എ, എം, പി. Okay, consider the points R, A, and P. If they are joined in the same order, predict the two sides of the ram that are perpendicular to each other. പിള്ളേര് നോക്കി, നമുക്ക് എന്ത് ചെയ്യണ്ടേ? 4 പോയിന്റ് തന്നെ. പേരെന്തൊക്കെയാണ്? ആർ, എ, എം, പി. ഇനി എന്താണ്? ഈ ആറും എയും എമ്മും പിയും എന്ത് ചെയ്ത് ഇതേ ഓർഡറിൽ എന്ത് ചെയ്ത് ജോയിൻ ചെയ്ത്. നോക്കി, ആർ, എ, എം, പി. ഈ സെയിം ഓർഡറിൽ നമ്മൾ എന്ത് ചെയ്ത് ഈ 4 പോയിന്റും എന്ത് ചെയ്ത് ജോയിൻ ചെയ്തു. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ ടു സൈഡ് ഓഫ് ദ റാം ദാറ്റ് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. അതായത് നമ്മളിപ്പോൾ ജോയിൻ ചെയ്തേക്കണം ഈ ഒരു ഷേപ്പില്ലേ, ഈ ഷേപ്പിന്റെ പേര് എന്തായിരുന്നു? ക്വാഡ്രിലാറ്ററൽ അല്ലേ? പക്ഷെ നെയിം ചെയ്ത എന്താണ്? ആർ, എ, എം, പി. ഈ ആർ, എ, എം, പി എന്ന് പറഞ്ഞ ഷേപ്പിന്റെ ഏതൊക്കെ രണ്ട് വശങ്ങളാണ് പെർപെൻഡിക്കുലർ ആയിട്ട് വരാമെന്ന് ചോദിച്ചേക്കണം. ക്ലിയർ ആയ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ നോക്കാം എങ്ങനെയാണ്. പെർപെൻഡിക്കുലർ ആണ് എന്ത് കണ്ടുപിടിക്കാനുള്ളത് അല്ലേ? പെർപെൻഡിക്കുലർ പറഞ്ഞ കണ്ടീഷൻ എന്താണ്? നമുക്ക് എന്ത് വേണം? ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈനും വേണം, പിന്നെ എന്ത് വേണം? ഒരു
വെർട്ടിക്കൽ ആയിട്ടുള്ള ലൈനാണ്. ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈനും വെർട്ടിക്കൽ ആയിട്ടുള്ള ലൈനും മീറ്റ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? നമുക്ക് 90 ഡിഗ്രി അഥവാ പെർപെൻഡിക്കുലാരിറ്റി കിട്ടുക. ക്ലിയർ അല്ലേ? മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ 4 പോയിന്റ് ഏതൊക്കെയാണ്? ആർ, എ, എം, പി അല്ലേ? ഈ 4 പോയിന്റും ജോയിൻ ചെയ്ത ഷേപ്പ്, അതായത് ഈ 4 പോയിന്റിലും ഏതെങ്കിലും ഒരു ഹൊറിസോണ്ടൽ ലൈനും ഏതെങ്കിലും ഒരു വെർട്ടിക്കൽ ലൈനും വന്നാൽ എന്താണ്? ഈ ഒരു ഷേപ്പ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പെർപെൻഡിക്കുലർ സൈഡ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു 4 പോയിന്റിൽ ഏതൊക്കെ 2 പോയിന്റ് എടുത്താലാണ് ഒരു ഹൊറിസോണ്ടൽ ലൈനും ഏതൊക്കെ 2 പോയിന്റ് എടുത്താലാണ് ഒരു പെർപെൻഡിക്കുലർ ലൈൻ കിട്ടാനുള്ള വെർട്ടിക്കൽ ലൈനും കിട്ടാൻ നോക്കാം. നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു പോയിന്റ്സിന്റെ പേര് നമുക്ക് എന്ത് ചെയ്യാം? ബോഡിക്ക് ചെയ്താൽ ആർ അല്ലേ? ആറിന്റെ വാല്യൂ 3,0. രണ്ടാമത്തെ പോയിന്റ് എന്തായിരുന്നു? എയുടെ വാല്യൂ 0,-2. എമ്മിന്റെ വാല്യൂ 5,-2. പിയുടെ വാല്യൂ 5,2 അല്ലേ? അങ്ങനല്ലേ? ഓക്കെ, നമുക്ക് എന്ത് ചെയ്യണം? ഈ 4 പോയിന്റിൽ ഏതൊക്കെ 2 പോയിന്റ് ജോയിൻ ചെയ്താൽ നമുക്കൊരു ഹൊറിസോണ്ടൽ ലൈനും ഏതൊക്കെ 2 പോയിന്റ്സ് ജോയിൻ ചെയ്താൽ നമുക്കൊരു വെർട്ടിക്കൽ ലൈനും കിട്ടാൻ നോക്കാം. ഓക്കെ, പിള്ളേര് ശ്രദ്ധിക്കട്ടാ. നമുക്ക് ഹൊറിസോണ്ടൽ ലൈൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? 2 കണ്ടീഷനുള്ളത്. നോക്കി, അതിൽ ഹൊറിസോണ്ടൽ ലൈൻ്റെ കണ്ടീഷനാണ് എന്ത്? y കോർഡിനേറ്റ്സ് സെയിം ആയിരിക്കാം. അതായത് ഏതെങ്കിലും 2 പോയിന്റ് എടുക്കുമ്പോൾ അതിന്റെ y കോർഡിനേറ്റ്സ് സെയിം ആയി വരണമെങ്കിൽ അത് എന്തുണ്ടാക്കുന്നുണ്ട്? ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഉണ്ടാക്കുന്നുണ്ട്. ക്ലിയർ ആയ? മനസ്സിലായ? ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ y കോർഡിനേറ്റ് സെയിം ആയിട്ടുള്ള ലൈൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതൊരു ഹൊറിസോണ്ടൽ ലൈനിൽ കൂടെ പാസ് ചെയ്യണം. ക്ലിയർ ആയില്ലേ? നോക്കി, എയുടെ y കോർഡിനേറ്റ് എത്രയാണ്? -2. എമ്മിന്റെ y കോർഡിനേറ്റ് എത്രയാണ്? -2. അപ്പൊ എനിക്ക് എന്ത് പറയാൻ പറ്റും? AM എന്ന് പറഞ്ഞ ലൈൻ എന്താണ്? AM എന്ന് പറഞ്ഞ ലൈൻ എന്താണ്? AM എന്ന് പറഞ്ഞ ലൈൻ ഈസ് എ ഹൊറിസോണ്ടൽ ലൈൻ അല്ലേ? നോക്കി, AM എന്ന് പറയുന്ന ലൈൻ എന്താണ്? ഒരു ഹൊറിസോണ്ടൽ ലൈനാണ്. കാരണം എന്താണ്? ഇവരെ y കോർഡിനേറ്റ്സ് രണ്ടെന്നാണ് സെയിം ആണ്. നോക്കി, -2. അപ്പൊ എന്താണ്? ഹൊറിസോണ്ടൽ ലൈൻ. ഇനി പെർപെൻഡിക്കുലർ കിട്ടാൻ വേണ്ടി എനിക്ക് എന്ത് കിട്ടണം? എന്ത് വേണം പിള്ളേരെ? നോക്കി, ഒരു ഹൊറിസോണ്ടലും വേണം, ഒരു വെർട്ടിക്കലും വേണം അല്ലേ? ഹൊറിസോണ്ടൽ കിട്ടി. ഏതാണ്? AM എന്ന് പറയുന്ന ലൈനാണ് എന്ത്? ഹൊറിസോണ്ടൽ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? വെർട്ടിക്കൽ ഉണ്ടോ നോക്കാം. വെർട്ടിക്കലിന്റെ കണ്ടീഷൻ എന്താണ്? വെർട്ടിക്കൽ 2 പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അപ്പൊ ഹൊറിസോണ്ടൽ കണ്ടീഷൻ എന്തായിരുന്നു? y കോർഡിനേറ്റ്സ് എന്താവണം? സെയിം ആവണം. ഇനി വെർട്ടിക്കൽ കിട്ടുന്ന കണ്ടീഷൻ എന്താണ്? എക്സ് കോർഡിനേറ്റ്സ് തമ്മിൽ എന്താവണം? സെയിം ആവണം. നോക്കി പിള്ളേർ, നോക്കി, എമ്മും പിയും നോക്കി. എമ്മിന്റെ എക്സ് കോർഡിനേറ്റ് എത്രയാണ്? 5. പിയുടെ എക്സ് കോർഡിനേറ്റ് 5 അല്ലേ? അപ്പൊ നമുക്ക് എന്താ പറയാ? ലൈൻ MP ഈസ് എ വെർട്ടിക്കൽ ലൈൻ. അപ്പൊ നമുക്ക് എന്താ കിട്ടി? AM എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? ഒരു ഹൊറിസോണ്ടൽ ലൈനാണ്. കാരണം എന്തായിരുന്നു? എൻ്റെയും എമ്മിൻ്റെയും y കോർഡിനേറ്റ്സ് എന്തായിരുന്നു? സെയിം ആയിരുന്നു. നോക്കി, എയുടെ y കോർഡിനേറ്റ് -2, എമ്മിൻ്റെ y കോർഡിനേറ്റ് -2. ഇനി രണ്ടാമത് എന്ത് കിട്ടി? MP എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? ഒരു വെർട്ടിക്കൽ ലൈൻ കിട്ടി. MP എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? ഒരു വെർട്ടിക്കൽ ലൈൻ. ഇനി MP എങ്ങനെ വെർട്ടിക്കൽ ആയി? കാരണം എന്താണ്? MP-യിലെ M എന്ന് പറഞ്ഞ പോയിന്റിന്റെയും P എന്ന പോയിന്റിന്റെയും എന്ത് സെയിം ആയിരുന്നു? എക്സ് കോർഡിനേറ്റ് സെയിം ആയിരുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഒരു ഹൊറിസോണ്ടലും കിട്ടി, ഒരു വെർട്ടിക്കലും കിട്ടി. ഒരു ഹൊറിസോണ്ടലും വെർട്ടിക്കലും മീറ്റ് ചെയ്യുമ്പോൾ അത് തമ്മിലുള്ള ആംഗിൾ എത്ര ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ ആയില്ലേ? മനസ്സിലായില്ലേ? നോക്കി, 2 കാര്യമാണ് നമ്മൾ എന്ത് ചെയ്ത് ഈ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തു. ഒന്നാമത്തെ കാര്യം എന്ത്? നമുക്ക് എന്ത് വേണം? പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സൈഡ് വേണമെന്ന്, അഥവാ പെർപെൻഡിക്കുലർ സൈഡ് ഈ ഒരു ഷേപ്പിൽ വരണം ചെക്ക് ചെയ്യണമെന്ന്. അപ്പൊ ഞാൻ പറയുന്നത്, ഒരു ഹൊറിസോണ്ടൽ ലൈൻ വന്നാലും ഒരു വെർട്ടിക്കൽ ലൈൻ വന്നാലും ഇത് രണ്ടും കൂടി മീറ്റ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? ഒരു പെർപെൻഡിക്കുലർ ആംഗിൾ കിട്ടും, അഥവാ 90 ഡിഗ്രി കിട്ടും എന്ന് പറഞ്ഞു. അപ്പൊ അമ്മ എന്ത് ചെക്ക് ചെയ്ത്? ഈ ഒരു ഷേപ്പിൽ ഏതെങ്കിലും 2 പോയിന്റ്
ഹൊറിസോണ്ടൽ ലൈനും ഏതെങ്കിലും 2 പോയിന്റ് വെർട്ടിക്കൽ ലൈനും ഉണ്ടാകണമെന്ന് നോക്കി. അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്ത് കണ്ടുപിടിച്ച്? ഹൊറിസോണ്ടൽ ലൈൻ കണ്ടുപിടിച്ചു അല്ലേ? എങ്ങനെ കണ്ടുപിടിച്ച്? ഹൊറിസോണ്ടൽ ലൈൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്ത്? എക്സ് കോർഡിനേറ്റ്സ് നോക്കി, പോയിന്റ്സിന്റെ എക്സ് കോർഡിനേറ്റ് നോക്കി. ഈ എക്സ് കോർഡിനേറ്റ് സെയിം ആയി വരികയാണെങ്കിൽ അത് രണ്ടും എന്ത് ലൈനാണ്? ഒരു ഹൊറിസോണ്ടൽ ലൈനാണ്. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? 2 പോയിന്റ് എന്നിട്ട് എയും എമ്മും. എയിന്റെയും എമ്മിന്റെയും എക്സ് കോർഡിനേറ്റ് എന്തായിരുന്നു? -2 ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റി? എ എം ഈസ് എ ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറയാൻ പറ്റി അല്ലേ? ഇനി നമുക്ക് എന്ത് വേണം നോക്കി? പെർപെൻഡിക്കുലർസ് കിട്ടാൻ നമുക്ക് എന്ത് വേണം? ഒരു ഹൊറിസോണ്ടലും വേണം, പിന്നെ എന്ത് വേണം? ഒരു വെർട്ടിക്കലും വേണം അല്ലേ? നമുക്ക് എന്ത് കിട്ടി? ഹൊറിസോണ്ടൽ കിട്ടി. നമുക്ക് ഇനി എന്ത് വേണം? വെർട്ടിക്കൽ വേണം അല്ലേ? വെർട്ടിക്കലിന്റെ കണ്ടീഷൻ എന്താണ്? 2 പോയിന്റിന്റെയും വൈ കോർഡിനേറ്റ്സ് എന്താവണം? സെയിം ആവണം അല്ലേ? അല്ല സോറി കേട്ടോ, എന്താണ്? 2 പോയിന്റിന്റെയും എക്സ് കോർഡിനേറ്റ്സ് എന്താവണം? സെയിം ആവണം. അങ്ങനത്തെ 2 പോയിന്റ് ഉണ്ടോ നോക്കി? എമ്മും പിയും അല്ലേ? എമ്മിന്റെയും പിന്റെയും എന്ത് സെയിം ആണ്? എക്സ് കോർഡിനേറ്റ് സെയിം ആണ്. എത്രയാണ്? 5ഉം 5ഉം. അപ്പൊ നമുക്ക് എന്താ പറയാൻ പറ്റും? എം പി ഈസ് വെർട്ടിക്കൽ ലൈൻ. കാരണം എന്താണ്? വൈ കോർഡിനേറ്റ്സ് അല്ല സോറി എക്സ് കോർഡിനേറ്റ്സ് സെയിം. അപ്പൊ എം പിയും എമ്മും കൂടി ചോദിച്ചപ്പോൾ എനിക്ക് എന്ത് കിട്ടി? ഒരു പെർപെൻഡിക്കുലാരിറ്റി അഥവാ 90 ഡിഗ്രി കിട്ടി. ക്ലിയർ ആയില്ലേ? ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? എന്താണ് ചെയ്തത്? ആർ എം പി എന്നൊരു ഷേപ്പ് ഉണ്ട്, അതിലെന്തുണ്ട്? ഒരു പെർപെൻഡിക്കുലർ സൈഡ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണോ അല്ലേ? നമ്മൾ എന്ത് ചെയ്ത്? 2 പോയിന്റ് വെച്ച് നോക്കി. ഏതെങ്കിലും 2 പോയിന്റ് സെയിം വൈ കോർഡിനേറ്റ്സ് ഉണ്ടാക്കണമെങ്കിൽ എന്താണ്? ഒരു ഹൊറിസോണ്ടൽ ലൈനാണ്. ഏത് 2 പോയിന്റ് സെയിം എക്സ് കോർഡിനേറ്റ്സ് ഉണ്ടാക്കണമെങ്കിൽ എന്താണ്? അതൊരു എന്താണ് പിള്ളേര്? വെർട്ടിക്കൽ ലൈനാണ്. ഒരു ഹൊറിസോണ്ടൽ ലൈനും വെർട്ടിക്കൽ ലൈനും ജോയിൻ ചെയ്യുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? ഒരു പെർപെൻഡിക്കുലർ ആംഗിൾ കിട്ടും. ക്ലിയർ ആയില്ലേ? മനസ്സിലായില്ലേ? അതായത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്ത്? ഗംഭീരമായിട്ട് എന്ത് ചെയ്ത്? ആൻസർ ചെയ്ത്. ഇനി രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ നോക്കട്ടെ. വൺ സൈഡ് ഓഫ് ദ റാം ദാറ്റ് ഈസ് പാരലൽ ടു വൺ ഓഫ് ദ ആക്സിസ്. ഓക്കെ, നോക്കിയുള്ളവരെ രണ്ടാം സബ് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കണം വെച്ചാൽ റാമ്പ് അഥവാ ആ ഒരു ഷേപ്പ് അല്ലേ? എത്രയാണ്? റാമ്പ്. ഈ റാമ്പ് എന്ന് പറഞ്ഞ ഷേപ്പിന്റെ ഏതെങ്കിലും ഒരു സൈഡ് എന്താണ്? എക്സ് ആക്സിസിന് അല്ലെങ്കിൽ വൈ ആക്സിസിന് പാരലായിട്ടൊന്ന് ചോദിക്കണം. ആക്സിസിനെ പറഞ്ഞുള്ളൂ, ഏതെങ്കിലും ആക്സിസ് നോക്കിയാൽ കേട്ടോ, ഒന്നില്ലെങ്കിൽ എക്സ് അല്ലെങ്കിൽ വൈ. ക്ലിയർ അല്ലേ? നോക്കട്ടോ, എപ്പോഴാണ് ഒരു പോയിന്റ് ഇത് നമ്മുടെ എന്താണ്? എക്സ് ആക്സിസ് ആണെന്ന് വിചാരിക്കുക, ഇത് നമ്മുടെ എന്താണ്? വൈ ആക്സിസ്. ഓക്കെ, നമ്മൾ ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ചാൽ എന്താണ്? ഈ ഒരു ലൈൻ എന്തിന് പാരലാണ്? വൈ ആക്സിസിന് പാരലാണല്ലേ? അല്ലേ? നോക്കി, ഇനി നമ്മൊരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചാൽ ഇതെന്താണ്? ഈ ഒരു ലൈന് എക്സ് ആക്സിസിന് എന്താണ്? പാരലാണ്. ക്ലിയർ ആയി? നമ്മളോട് ഏതെങ്കിലും 2 ലൈൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലൈൻ ആക്സിസിന് പാരലായിട്ട് പോകണമെന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. അപ്പൊ നമുക്ക് എന്താ പറയാ? നോക്കി, കഴിഞ്ഞ ദിവസം നമുക്ക് എന്ത് കിട്ടി? എം ഒരു ഹൊറിസോണ്ടൽ ലൈൻ കിട്ടി, പിന്നെ എന്ത് കിട്ടി? എം പി ഒരു വെർട്ടിക്കൽ ലൈൻ കിട്ടിയില്ലേ? ഈ 2 ലൈനും എന്തിന് പാരലാണ്? ആക്സിസുകൾക്ക് പാരലാണ്. അപ്പൊ എക്സ് ആക്സിസിന് പാരലൽ ലൈനാണ് എന്ത്? ഹൊറിസോണ്ടൽ ലൈൻ. ഈ ഒരു കേസിൽ എന്താണ്? എം പി ആണ് നമ്മുടെ എന്ത്? ഹൊറിസോണ്ടൽ ലൈൻ. അപ്പൊ എം പി എന്ത്? അല്ല, എം ആണ് നമ്മുടെ എന്ത്? ഹൊറിസോണ്ടൽ ലൈൻ. അപ്പൊ എം ആണ് എന്ത് ചെയ്യണം? എക്സ് ആക്സിന് പാരലായിട്ട് പോകണമെന്ന് പറയാം. ഇനി രണ്ടാമത്തേന് എന്ത്? എം പി. എം പി എന്താണ്? വെർട്ടിക്കൽ ലൈൻ. അഥവാ എം പി ഒരു വൈ ആക്സിസിന് പാരലായിട്ടുള്ള ലൈനാണ്. ക്ലിയർ ആയില്ലേ? അപ്പൊ വൈ ആക്സിസിന് പാരലായിട്ടുള്ള ലൈൻ ചോദിച്ചാൽ നമുക്ക് എന്ന് പറയാം? എം പി എന്ന് പറയാം. മനസ്സിലായ? ക്ലിയർ ആയ? ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യൻ കിടക്കാം കേട്ടോ. ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഫൈനൽ സബ് ക്വസ്റ്റ്യൻ. വായിച്ചു നോക്കി. 2 points that are mirror image of each other in one axis, which axis will be this? നോക്കിയുള്ളവരെ, ഇനിയാണ് നമ്മൾ എന്ത് പഠിക്കാനുള്ളത്? മിറർ ഇമേജ് എന്ന് പറഞ്ഞ ടോപ്പിക് പഠിക്കാൻ പോകണം. നോക്കിക്കോട്ടോ, 2 പോയിന്റ്സ് മിറർ ഇമേജ് ഉണ്ടാക്കണമെങ്കിൽ അതിന് 2 കണ്ടീഷനാണ് ഉള്ളത്. ഒന്നാമത്തെയാണ് അതിൻ്റെ
അതിൻ്റെ ഏതെങ്കിലും രണ്ട് കോർഡിനേറ്റ്സ് എന്താവണം സെയിം ആയിരിക്കണം. അതായത് ഞാനിപ്പോൾ ഒരു പോയിന്റ് എടുക്കുന്നത് എന്ത് A, B. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ഒരു പോയിന്റ് എടുക്കുമ്പോൾ എന്ത് ചെയ്യണം, ഒന്നില്ലെങ്കിൽ എന്താവണം A, C ആവണം, അല്ലെങ്കിൽ എന്താവണം C, B ആയിരിക്കണം. അതായത് ഒന്നില്ലെങ്കിൽ എന്ത് സെയിം ആവണം, എക്സ് കോർഡിനേറ്റ് തമ്മിൽ സെയിം ആവണം, അല്ലെങ്കിൽ എന്ത് സെയിം ആവണം, അതിൻ്റെ വൈ കോർഡിനേറ്റ്സ് തമ്മിൽ സെയിം ആവണം. അപ്പോൾ എന്താവുള്ളൂ, മിറർ ഇമേജ് ആവുള്ളൂ. ക്ലിയർ ആയ? അപ്പൊ മിറർ ഇമേജിന്റെ ഫസ്റ്റ് കണ്ടീഷൻ എന്തായിരുന്നു, രണ്ട് കോർഡിനേറ്റ്സിനും എന്ത് സെയിം ആയിരിക്കണം, ഏതെങ്കിലും ഒരു കോർഡിനേറ്റ് സെയിം ആയിരിക്കും. ഒന്നില്ലെങ്കിൽ എക്സ് ആവാ, ഒന്നില്ലെങ്കിൽ എന്താവാ വൈ ആവാ. ക്ലിയർ ആയ? മനസ്സിലായ? അതാണ് എന്ത് മിറർ ഇമേജ് ഉണ്ടാകാനുള്ള ഒന്നാമത്തെ കണ്ടീഷൻ. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ കൊണ്ട്, ആ രണ്ടാമത്തെ കണ്ടീഷൻ കൊണ്ട് സാറ്റിസ്ഫൈ ചെയ്താലേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, ആ രണ്ട് പോയിന്റ് മിറർ ഇമേജ് ഉണ്ടാകുമെന്ന് പറയാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ കണ്ടീഷൻ ഇതാണ്. എന്ത് നോക്കിയുള്ളവരെ, ഇപ്പൊ നമുക്ക് എന്താ പറയുക, രണ്ട് പോയിന്റ് എടുക്കുമ്പോൾ എന്താണ്, ആ രണ്ട് പോയിന്റിലും ഒരു കോർഡിനേറ്റ് എന്തായിരിക്കണം, ഒരു കോർഡിനേറ്റ് എന്തായിരിക്കണം സെയിം ആയിരിക്കണം. ഒരു കോർഡിനേറ്റ് എന്തായിരിക്കണം സെയിം ആയിരിക്കണം. അതായത് നോക്കി, ഇപ്പൊ 1,2 എടുത്ത്, അപ്പൊ ഇതിന്റെ മിറർ ഇമേജിന്റെ ഒരു കോർഡിനേറ്റ് എന്തായിരിക്കണം സെയിം ആയിരിക്കണം. ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം 1, സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം എക്സ് കോർഡിനേറ്റ് 2 ആയിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷനാണ് എന്ത്, ഈ രണ്ടാമത്തെ പോയിന്റിന്റെ ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും എന്ത് വരാ, അതിന് മറ്റേ കോർഡിനേറ്റ് വരാം. ക്ലിയർ ആയ? നോക്കി, ഈ രണ്ട് പോയിന്റ് ഒന്നാണ് മിറർ ഇമേജസ് ആണ്. കാരണം എന്താണ്, ഇതിന്റെ ഒരു കോർഡിനേറ്റ് അഥവാ എക്സ് കോർഡിനേറ്റ് തമ്മിൽ എന്താണ് സെയിം ആണ്, അല്ലേ? ഇതിന്റെ എക്സ് കോർഡിനേറ്റ് എന്താണ് സെയിം ആണ്. രണ്ടാമത്തെ കോർഡിനേറ്റിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് എന്ത് വന്നേക്കണം, അടുത്ത കോർഡിനേറ്റ് വന്നേക്കണം. രണ്ടാമത്തെ കോർഡിനേറ്റിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് എന്ത് വന്നേക്കണം, അടുത്ത കോർഡിനേറ്റ് വന്നേക്കണം. അപ്പൊ എനിക്ക് എന്ത് പറയാൻ പറ്റും, ഈ രണ്ട് പോയിന്റും എന്താണ് മിറർ ഇമേജ് ആണ്. എന്ത് ഇമേജ് ആണ്? മിറർ ഇമേജ്. ഒന്നില്ലെങ്കിൽ എന്താവാ ഇങ്ങനെ ആവാം, അല്ലെങ്കിൽ എന്താവാ വൈ കോർഡിനേറ്റ്സ് തമ്മിൽ സെയിം ആവാം. എന്ത് സെയിം ആവാം? വൈ കോർഡിനേറ്റ്സ് തമ്മിൽ എന്താവാൻ പറ്റും, സെയിം ആവാൻ പറ്റും, അല്ലേ? പിന്നെന്താവണം, മറ്റേ പോയിന്റിന്റെ ഓപ്പോസിറ്റ് സൈഡ് വരണല്ലേ. അതായത് ഇവിടെ 1 ആണെങ്കിൽ ഇവിടെ എന്ത് വരണം, -1 വരണം. അപ്പോൾ നമുക്ക് എന്താ പറയാൻ പറ്റുള്ളൂ, മിറർ ഇമേജ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ മിറർ ഇമേജ് എന്താക്കണമെങ്കിൽ രണ്ട് കണ്ടീഷൻ ഉണ്ട്. ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ്, ഏതെങ്കിലും രണ്ട് കോർഡിനേറ്റ്സ് എന്താവണം സെയിം ആയിരിക്കണം. ഏതെങ്കിലും രണ്ട് കോർഡിനേറ്റ് അഥവാ എക്സും എക്സും അല്ലെങ്കിൽ വൈയും വൈയും സെയിം ആയാലും എന്താണ്, അതൊരു മിറർ ഇമേജ് ഉണ്ടാക്കാൻ കഴിവുള്ള കോർഡിനേറ്റ്സ് ആവാം. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, അതൊരു മിറർ ഇമേജ് ഉണ്ടാക്കുമെന്ന് പറയാൻ പറ്റുള്ളൂ. ആ രണ്ടാമത്തെ കണ്ടീഷൻ എന്തായിരുന്നു, അതായത് രണ്ടാമത്തെ പോയിന്റിന്റെ, അതായത് സെയിം അല്ലാത്ത പോയിന്റിന്റെ ഡിഫറൻസ് എന്ത് വരണം, രണ്ടാമത്തെ പോയിന്റിന്റെ കോർഡിനേറ്റ് വരണം. അതായത് 1,2 ആണെങ്കിൽ അടുത്ത് എന്ത് വരണം, 1, -2 വരണം. ക്ലിയർ ആയ? മനസ്സിലായ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, കോർഡിനേറ്റ് സെയിം ആയതും മറ്റേ കോർഡിനേറ്റിന്റെ സൈൻ വ്യത്യാസമുള്ള പോയിന്റ്സ് ഈ ക്വസ്റ്റ്യൻ ഉണ്ടോ നോക്കാം. നോക്കില്ലേ, ഈ ക്വസ്റ്റ്യൻ നോക്കുമ്പോ എന്തുണ്ട്, 3, 0 ഉണ്ട്, 0, -2 ഉണ്ട്, -5, -2 ഉണ്ട്, -5, 2 ഉണ്ട്. അതിൽ എമ്മും ബിയും നോക്കിയേ, എമ്മിന്റെ വാല്യൂ എത്രയാണ്, 5, -2. പിയുടെ വാല്യൂ എത്രയാണ്, 5, 2. നോക്കി, എമ്മും ബിയും നോക്കുമ്പോൾ എമ്മിൻ്റെയും പിയുടെയും എക്സ് കോർഡിനേറ്റ് സെയിം ആണ്. എമ്മിൻ്റെയും പിയുടെ എന്ത് സെയിം ആണ്, എക്സ് കോർഡിനേറ്റ്, അല്ലേ? എമ്മിൻ്റെ എക്സ് കോർഡിനേറ്റ് 5 ആണ്, പിയുടെ എക്സ് കോർഡിനേറ്റ് എന്താണ് 5 ആണ്. ഇനി രണ്ടാമത്തെ കോർഡിനേറ്റ് നോക്കി, രണ്ടാമത്തെ കോർഡിനേറ്റ് നോക്കുമ്പോൾ രണ്ടാമത്തെ കോർഡിനേറ്റ് -2 ആണ്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈനാണ് എന്ത് വന്നേക്കണം, പിയിൽ വന്നേക്കണം. രണ്ടാമത്തെ കോർഡിനേറ്റ് എത്രയാണ്, -2 ആണ്. പിയുടെ രണ്ടാമത്തെ കോർഡിനേറ്റ് എത്രയാണ്, 2 ആണ്. അപ്പൊ നമുക്ക് എന്താ പറയാം, ഈ രണ്ട് കോർഡിനേറ്റും കൂടി എന്തുണ്ടാക്കുന്നുണ്ട്, മിറർ ഇമേജ് ഉണ്ടാക്കുന്നുണ്ട്. ക്ലിയർ ആയ? മനസ്സിലായ? അപ്പൊ എന്താണ്, എമ്മും ബിയും എന്തുണ്ടാക്കുന്നുണ്ട്, മിറർ ഇമേജ് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിൽ പോകാം. ഇതിന്റെ ആൻസർ എന്തൊക്കെയാ പിള്ളേരെ, 2 points that are mirror image of each other. ഏതൊക്കെയാണ്, എമ്മും പിയും. ക്ലിയർ ആയില്ലേ? നോക്കട്ടാ, ചെറിയൊരു ഭാഗം കൂടെ, വിച്ച് ആക്സിസ് വിൽ ദിസ് ബി, അതായത് ഏത് ആക്സിസിന്റെ മിറർ ആയിട്ടാണ് ഈ രണ്ട് പോയിന്റ് വരാം. നോക്കി, എമ്മിന്റെ വാല്യൂ എത്രയാണ്, എമ്മിന്റെ വാല്യൂ
മൈനസ് കോമ -2 അല്ലേ? എവിടെ ആയിട്ട് വരും? ഇവിടെ എന്താ വരാം? -5 വരാം, -2 ഇവിടെ വരും, ഇവിടെ ആയിട്ട് വരും. അപ്പം എന്ത് ചെയ്യും? ഏകദേശം ഇവിടെ എന്ത് വരും? എം എന്ന് പറഞ്ഞ പോയിന്റ് വരും. ഓക്കെ, പിയുടെ വാല്യൂ എത്രയാണ്? പിയുടെ വാല്യൂ -5,2 ആയിരുന്നു. എന്തായാലും പിയുടെ വാല്യൂ -5,2 ആയിരുന്നു അല്ലേ? അപ്പോൾ -5 എന്ത് ഇതേ 2 എവിടെയാണ്? ഇതേ മുകളിലല്ലേ? അപ്പോൾ എങ്ങനെ വരും? ഇവിടെ ആയിട്ട് വരും. ഇതാണ് എം, ഇതാണ് പി. നോക്കിയുള്ളവർ, ഈ ഒരു എമ്മും പിയും ഏതിൻ്റെ മിററായിട്ടാണ് ആക്ട് ചെയ്യണം? അതായത് എമ്മിൻ്റെയും പിയുടെയും ഇടയിൽ ഏത് ആക്സിസ് ആണ് പാസ് ആവണം നോക്കിയാൽ മതി. നോക്കി, എമ്മിൻ്റെയും പിയുടെ ഇടയിൽ ഏത് ആക്സിസ് പാസ് ആവണം? ഏത് ആക്സിസ് പാസ് ചെയ്തപ്പോൾ എമ്മും പിയും സെപ്പറേറ്റ് വന്നത്? നോക്കി, എക്സ് ആക്സിസ് അല്ലേ? എക്സ് ആക്സിസ് ആണ് എന്ത് ചെയ്യണം? എമ്മിൻ്റെയും പിയുടെയും ഇടയിൽ കൂടെ പാസ് ചെയ്യണം. നമുക്ക് എന്താ പറയാം? എക്സ് ആക്സിസിലായിരിക്കും എന്തുണ്ടാവുക? എമ്മിൻ്റെയും പിൻ്റെയും മിറർ ഉണ്ടാവുക. ക്ലിയർ അല്ലേ? മനസ്സിലായില്ലേ? മിററാണ് കണ്ടീഷൻ എന്താവണം? രണ്ട് കോർഡിനേറ്റ്സ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. മറ്റേതിന് എന്തായിരിക്കണം? ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കണം. മനസ്സിലായില്ലേ? നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. നോക്കിക്കോടാ, കുഞ്ഞു ക്വസ്റ്റ്യൻ, സിമ്പിളാണ്. നോക്കി, പ്ലോട്ട് എ പോയിന്റ് സെറ്റ് 5,-6. നോക്കി പിള്ളേര്, ഗ്രാഫ് ഉണ്ട്, നമ്മളോട് എന്ത് പ്ലോട്ട് ചെയ്യാൻ പറയുന്നത്? 5,-6 എന്ന് പറഞ്ഞൊരു പോയിന്റിനെ പ്ലോട്ട് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? 5,-6 എന്ത് ചെയ്യണം? പ്ലോട്ട് ചെയ്യണം. നോക്കി, ഇതാണ് എന്ത്? 5. ഇനി -6 എവിടെ? ഇവിടെ. പോയിന്റ് എവിടെ ആയിട്ട് വരും? ഈ രണ്ട് പോയിന്റിനെയും ജോയിൻ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 5,-6 കിട്ടുമല്ലേ? ഈ പോയിന്റ് പേര് എന്തായാലും സെറ്റ്. എത്രയാണ്? 5,-6. ക്ലിയർ അല്ലേ? ഇതിനാ വായിച്ചാൽ വേണ്ട. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി. കൺസ്ട്രക്ട് എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ IZN and find the length of the three sides. നോക്കിയുള്ളവര്, നമ്മൾ എന്ത് ചെയ്യണം? ഈ പോയിന്റ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് എന്ത് വരയ്ക്കണം? ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരയ്ക്കണം. അപ്പം എന്ത് ചെയ്യുക? ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും? പലർക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിൽ എന്ത് ചെയ്യുക? റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ ഇഷ്ടത്തിൽ ഞാൻ എന്ത് ചെയ്യണം? ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരയ്ക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? വേറെ രീതിയിലും ചെയ്യാം കേട്ടോ. നോക്കി, ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? ഞാൻ സെറ്റ് ചെയ്യുന്നൊരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുകയാണ് മുകളിലേക്ക്. എവിടെ മീറ്റ് ചെയ്ത്? 5 അഥവാ എക്സ് ആക്സിൽ മീറ്റ് ചെയ്ത്. ഇവിടുത്തെ പോയിന്റിന്റെ കോർഡിനേറ്റ് എത്രയായിരിക്കും? 5,0. ഓക്കെ, അതേപോലെ സെറ്റിനെ എന്തിലേക്ക് മുട്ടിച്ച്? എക്സ് ആക്സിസിലേക്ക് മുട്ടിച്ച്. അപ്പം ഇവിടുത്തെ പോയിന്റ് എത്രയായിരിക്കും? 0,-6. ഓക്കെ, ഈ 0,-6ഉം 5,0 ഞാൻ എന്ത് ചെയ്യും? ജോയിൻ ചെയ്യും. അപ്പം എനിക്ക് എന്ത് കിട്ടി? ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ കിട്ടിയല്ലേ? ഇവിടെ എങ്ങനെ വേണ്ടി വരും? കാരണം എന്താണ്? ഇതൊരു വെർട്ടിക്കൽ ആയിട്ടുള്ള ലൈനും ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈനും എന്താണ്? ജോയിൻ ചെയ്ത് ഉണ്ടാക്കിയേക്കാണ് ഒരു ആംഗിളാണ്. അപ്പോൾ അത് എത്രയായിരിക്കും? 90 ആയിരിക്കും. ക്ലിയർ ആയില്ലേ? മനസ്സിലായില്ലേ? ഓക്കെ, ഇനി എന്താ ചെയ്യണം? കൺസ്ട്രക്ട് ട്രയാംഗിൾ. നമ്മൾ എന്ത് ചെയ്ത്? ട്രയാംഗിൾ വരച്ചല്ലേ? ഇനി എന്ത് ചെയ്യണം? ഫൈൻഡ് ദ ലെങ്ത് ഓഫ് 3 sides ഓഫ് ദ ട്രയാംഗിൾ. ഓക്കെ, നോക്കില്ലേ, നമ്മൾ എന്ത് ചെയ്ത്? ട്രയാംഗിൾ ഉണ്ടാക്കിയല്ലേ? അതിൻ്റെ സൈഡുകളൊക്കെ ഏതൊക്കെയായിരുന്നു? അഥവാ ഫസ്റ്റ് എന്ത് ചെയ്താൽ കോർഡിനേറ്റ് നമുക്ക് വരച്ചേക്കാം. ഇതായിരുന്നു എൻ്റെ ട്രയാംഗിൾ. ഇവിടെ നിന്ന് തോന്നിയിരുന്ന സെറ്റ് വന്നിരുന്ന എത്രയാണ്? 5,-6. ഐസൈഡ് എന്നല്ലേ പറഞ്ഞേക്കണം. അപ്പം എന്ത് ചെയ്ത്? ഇവിടെ എന്ത് മാർക്ക് ചെയ്യണം? ഐ മാർക്ക് ചെയ്യണം. ഇതെന്ത് മാർക്ക് ചെയ്യണം? എൻ മാർക്ക് ചെയ്യണം. ഓക്കെ, IZN. ഓക്കെ അല്ലേ? ഐ എത്രയാണ്? 0, അല്ല സോറി കേട്ടോ, 5,0 അല്ലേ? ഇനി എൻ എത്രയാണ്? 0,-6. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ ട്രയാംഗിളിലെ ഓരോ സൈഡിൻ്റെ ലെങ്ത് എന്ത് ചെയ്യണം? നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ട്രയാംഗിളിൻ്റെ സൈഡിൻ്റെ ലെങ്ത് അല്ലെങ്കിൽ ഏതൊരു ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്തുണ്ട്? ഫോർമുല ഉണ്ട്. ആ ഫോർമുല പേരാണെന്ത്? ഡിസ്റ്റൻസ് ഫോർമുല. ഇക്വേഷൻ എന്താ പിള്ളേരെ?
പറഞ്ഞേ നോക്കി. ഡിസ്റ്റൻസ് ഡി എത്രയാണ്? റൂട്ട് ഓഫ് x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ദ ഹോൾ സ്ക്വയർ. ഇതാണ് എന്ത്? ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഈ ഫോർമുല നമ്മൾ എന്ത് ചെയ്യും? ഈ ട്രയാങ്കിളിലെ ഓരോ സൈഡിൻ്റെ ലെങ്ത് അഥവാ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യണേ? ഈ ഐസൈഡ് എന്ന് പറയുന്ന ലൈനിൻ്റെ ഡിസ്റ്റൻസ് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. നോക്കി, ഞാൻ എന്താ കണ്ടുപിടിക്കണം? ഐസൈഡിൻ്റെ ഡിസ്റ്റൻസ് അല്ലേ. അപ്പം ഏതൊക്കെ രണ്ട് പോയിന്റുകൾ ചേർന്നാണ് ഐസൈഡ് ഉണ്ടാവുക? 5,0 പിന്നെന്താണ് 5,0 5,-6 അല്ലേ. ഇതാണ് എൻ്റെ എന്ത്? x1 y1. ഇതാണ് എൻ്റെ എന്ത്? x2 y2. ഇക്വേഷൻ കൊടുക്കുക. എന്താണ്? റൂട്ട് ഓഫ് x2 മൈനസ് x1 അല്ലേ. ഇതിൽ x2 എത്രയാണ്? 5 മൈനസ് x1 എത്രയാണ്? 5 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 എത്രയാണ്? -6. ഇനി y1 എത്രയാണ്? 0 ദ ഹോൾ സ്ക്വയർ. ഇനി ഇതിൻ്റെ ഉത്തരത്ത് എത്ര കിട്ടും പിള്ളേരെ? നോക്കി, 5 മൈനസ് 5 എത്രയാണ്? 0 0 സ്ക്വയർ പ്ലസ് -6 മൈനസ് 0 എത്രയാണ്? -6 തന്നെ ദ ഹോൾ സ്ക്വയർ. ഇനി 0ൻ്റെ സ്ക്വയർ എത്രയാണ്? 0 തന്നെ അല്ലേ. ഇനി 6ൻ്റെ സ്ക്വയറോ? 36. എത്ര കിട്ടും? റൂട്ട് 36, അതായത് 6 യൂണിറ്റ് എന്ന് ആൻസർ കിട്ടും. ക്ലിയർ ആയ? ഈ ഒരു കേസിലാണ് കേട്ടോ നിങ്ങൾ വരയ്ക്കണ ട്രയാങ്കിൾ അനുസരിച്ച് എന്ത് മാറും? ഈ ഒരു ക്വസ്റ്റ്യൻ്റെ വാല്യൂസും സൈഡ് ലെങ്ത്തും മാറും. ക്ലിയർ ആയ? മനസ്സിലായ? അപ്പം എന്ത് ചെയ്ത് ഐസെറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് എത്രയാണ്? 6 യൂണിറ്റ് അല്ലേ. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? ബാക്കിയുള്ള സൈഡിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാം. നോക്കട്ടാ, അടുത്ത നമുക്ക് എന്താ വിളിക്കുക? ഈ ഒരു ലൈൻ അഥവാ എൻസെഡ് എന്ന് പറഞ്ഞ ലൈനിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുക കേട്ടോ. നോക്കി, ഞാൻ എന്ത് ചെയ്തു? എൻസെഡ് എന്ന് എഴുതി. എൻസെഡിൽ ഏതൊക്കെ പോയിന്റ്സ് ഉണ്ട് പിള്ളേരെ? എന്തുണ്ട്? എൻ ഉണ്ടല്ലേ, 0,-6 ഉണ്ട്. പിന്നെ എന്തുണ്ട്? 5,-6 ഉണ്ട്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്യുന്നു. എത്രയാണ്? റൂട്ട് ഓഫ് ഇതാണ് എന്ത്? x1 y1. ഇതാണ് എന്ത്? x2 y2. ഇക്വേഷൻ എങ്ങനെ? x2 മൈനസ് x1. x2 എത്രയാണ്? 5. x1 എത്രയാണ്? 0. അപ്പോൾ 5 - 0 ദ ഹോൾ സ്ക്വയർ പ്ലസ് ബാക്കി എന്താണ്? y2 മൈനസ് y1 അല്ലേ. y2 എത്രയാണ്? -6. ഓക്കെ, ഇനി -6 മൈനസ് എന്ത് ചെയ്യുക? y1 എത്രയാണ്? -6 ദ ഹോൾ സ്ക്വയർ. ശ്രദ്ധിക്കുക നോക്കിയുള്ളവർ, ഇവിടെ നിന്നുണ്ട് 2 മൈനസ് ഉണ്ടല്ലേ. ഈ 2 മൈനസ് കൂടി ഒരുമിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഈ മൈനസിന് പകരം എന്ത് ചെയ്താൽ നമുക്ക് പ്ലസ് എന്ന് എഴുതാം. ക്ലിയർ ആയ? പക്ഷേ 2 മൈനസ് അടുപ്പിച്ചാൽ നമുക്ക് എന്ത് ചെയ്യും? മൈനസ് എന്താവും? പ്ലസ് ആവും. ഇനി ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? നോക്കി, 5 - 0 എത്രയാണ്? 5. ബാക്കി എന്തുണ്ട്? ഹോൾ സ്ക്വയർ പ്ലസ് -6 + 6 എത്രയാണ്? -6 + 6 എത്രയാണ്? 0 അല്ലേ. അപ്പോൾ എത്രയാണ്? 0 സ്ക്വയർ. ഉത്തരം എത്ര കിട്ടി? 5 + 0 5 സ്ക്വയർ + 0 എത്ര കിട്ടി? റൂട്ട് 25 കിട്ടി. റൂട്ട് 25ൻ്റെ വാല്യൂ എത്രയാണ്? 5 യൂണിറ്റ് അല്ലേ. അപ്പം എൻസെഡ് എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് എത്ര കിട്ടി നമുക്ക്? 5 യൂണിറ്റ് എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? ലാസ്റ്റത്തെ ഹൈപ്പോട്ടനസിൻ്റെ സൈഡിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതേ സെയിം രീതിയിൽ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക കേട്ടോ. നോക്കി, ലാസ്റ്റ് സൈഡ് എത്രയാണ്? IN അല്ലേ. എത്രയാണ്? IN. കോർഡിനേറ്റ്സ് ഏതൊക്കെയാണ്? 0,-6ഉം 5,0 അല്ലേ.
നോക്കിയുള്ളവർ സെയിം ഇട്ടാ x1y1 x2y2. ഇനി ഇക്വേഷൻ കൊടുക്കുക എത്രയാണ് x2 - x1 ദ ഹോൾ സ്ക്വയർ അല്ലേ. ഈ കേസിൽ 5 - 0 ദ ഹോൾ സ്ക്വയർ പ്ലസ് എത്രയുണ്ട് 0 - 6 ദ ഹോൾ സ്ക്വയർ എത്ര കിട്ടും നോക്കി. 5 - 0 എത്രയാണ് 5 സ്ക്വയർ പ്ലസ് ഈ മൈനസ് എന്തായി പ്ലസ് ആയി, മൈനസ് എന്തായി പ്ലസ് ആയി, എത്ര ഇടും 6 സ്ക്വയർ റൂട്ട് 25 പ്ലസ് 36 എന്നിട്ട് എത്ര കിട്ടും റൂട്ട് 61 എത്ര യൂണിറ്റ് എന്ന് കിട്ടും. ക്ലിയർ ആയ? അപ്പം NI എത്ര ചെയ്യും റൂട്ട് 61 യൂണിറ്റ്സ്. ക്ലിയർ ആയില്ലേ? മനസ്സിലായില്ലേ? ഇത്രയ്ക്കുള്ളൂ കേട്ടോ. നമുക്ക് എന്താ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നോക്കോട്ടെ, ഈ 5ാമത്തെ ക്വസ്റ്റ്യനിൽ ചെയ്യാനൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക കേട്ടോ. നമുക്ക് എന്താ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. വാട്ട് വുഡ് ബി എ സിസ്റ്റം ഓഫ് കോർഡിനേറ്റ്സ് ബി ലൈക്ക് ഇഫ് വി ഡിഡ് നോട്ട് ഹാവ് നെഗറ്റീവ് നമ്പേഴ്സ്? വുഡ് ദിസ് സിസ്റ്റം അലോ us ടു ലൊക്കേറ്റ് ഓൾ ദ പോയിന്റ്സ് ഓൺ എ 2D പ്ലേ? നോക്കിക്കോട്ടെ പിള്ളേര്, നോക്കി ഇതാണ് നമ്മുടെ എന്ത് കോർഡിനേറ്റ് സിസ്റ്റം. എന്തൊക്കെയുണ്ട്, ഒരു എക്സ് ആക്സിസും പിന്നെ എന്തുണ്ട് ഒരു വൈ ആക്സിസും ഉണ്ട് അല്ലേ. നോക്കി ഇതാണ് എൻ്റെ എന്ത് എക്സ് ആക്സിസ്, ഇതാണ് എൻ്റെ എന്ത് വൈ ആക്സിസ്. നോക്കി ഈ എക്സ് ആക്സിസും വൈ ആക്സിസും എന്ത് ചെയ്യണം, പ്ലെയിനിനെ 4 ക്വാഡ്രന്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ എക്സ് ആക്സിസും വൈ ആക്സിസും എന്ത് ചെയ്യുന്നുണ്ട് പ്ലെയിനിനെ 4 ക്വാഡ്രന്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് ഇത്? ഒന്നാമത്തെ ക്വാഡ്രന്റ് ആണ് എന്ത് ഫസ്റ്റ് ക്വാഡ്രന്റ്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാ വാല്യൂസും എന്തായിരിക്കും പോസിറ്റീവ് ആയിരിക്കും, എക്സും പോസിറ്റീവ് ആയിരിക്കും വൈയും പോസിറ്റീവ് ആയിരിക്കും. ഇനി രണ്ടാമത്തെ എന്ത് തൊട്ട് പിറകിലുള്ള എന്ത് സെക്കൻഡ് ക്വാഡ്രന്റ്, ഇതിൽ എക്സിന്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും വൈയുടെ വാല്യൂ എന്തായിരിക്കും പോസിറ്റീവ് ആയിരിക്കും. മൂന്നാമത്തെ ക്വാഡ്രന്റ് എന്താണ് തൊട്ട് താഴെയുള്ള എന്ത് ക്വാഡ്രന്റ് തേർഡ് ക്വാഡ്രന്റ്, ഇതിൽ എക്സും നെഗറ്റീവ് ആയിരിക്കും വൈയും നെഗറ്റീവ് ആയിരിക്കും. ഇനി നാലാമത്തെ ക്വാഡ്രന്റ് അഥവാ ഫോർത്ത് ക്വാഡ്രന്റിൽ എക്സ് പോസിറ്റീവും വൈ എന്തായിരിക്കും നെഗറ്റീവ് ആയിരിക്കും. ക്ലിയർ അല്ലേ? മനസ്സിലായില്ലേ? ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണം എന്താണ്, വാട്ട് വുഡ് ബി എ സിസ്റ്റം ഓഫ് കോർഡിനേറ്റ്സ് ബി ലൈക്ക് ഇഫ് വി ഡിഡ് നോട്ട് ഹാവ് നെഗറ്റീവ് നമ്പേഴ്സ്? ഈ ഒരു സിസ്റ്റം അഥവാ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നെഗറ്റീവ് നമ്പേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നമുക്ക് എല്ലാ പോയിന്റ്സിനെയും ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയാണ് ചോദിക്കണം. നോക്കില്ലേ എല്ലാ ഇതാണെന്ത് 4 ക്വാഡ്രന്റ് അല്ലേ. ഈ 4 ക്വാഡ്രന്റിൽ നെഗറ്റീവ് ഇല്ലാത്ത ക്വാഡ്രന്റ് ഏത് മാത്രമാണ്? ഫസ്റ്റ് ക്വാഡ്രന്റ് മാത്രമാണ് അല്ലേ. ഫസ്റ്റ് ക്വാഡ്രന്റിൽ മാത്രം എന്തുണ്ടാവുക 2 വാല്യൂ പോസിറ്റീവ് ആയിട്ട് വരാം. ബാക്കിയുള്ള ക്വാഡ്രന്റ്സ് എന്താണ് മിനിമം ഒരു എന്തുണ്ടാവും നെഗറ്റീവ് വാല്യൂ ഉണ്ടാവും. അപ്പം ഞാൻ എന്ത് ചെയ്യണം ഇതെല്ലാം ഒന്ന് വായിച്ചളയും, ബാക്കി എന്തുണ്ടാവും ഫസ്റ്റ് ക്വാഡ്രന്റ് മാത്രം ഉണ്ടാവും. നോക്കി ഈ പടം നോക്കൂ. അപ്പം ഫസ്റ്റ് ക്വാഡ്രന്റിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എല്ലാ പോസിറ്റീവ് വാല്യൂസും മാത്രം എന്ത് ചെയ്യാൻ പറ്റും പ്ലോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ പ്ലോട്ട് ചെയ്യുമ്പോൾ വല്ല ബുദ്ധിമുട്ടുണ്ടാവും. നോക്കി ഇങ്ങനെ പ്ലോട്ട് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും ഈ സിസ്റ്റത്തിൽ -5,6 അല്ലെങ്കിൽ -3,0 0,-3 അതൊന്നും പ്ലോട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എന്തുള്ളൂ ഇതിൽ ഫസ്റ്റ് ക്വാഡ്രന്റ് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും എന്ത് പ്ലോട്ട് ചെയ്യാൻ പറ്റില്ല, നെഗറ്റീവ് നമ്പേഴ്സ് എന്ത് ചെയ്യാൻ പറ്റില്ല പ്ലോട്ട് ചെയ്യാൻ പറ്റില്ല. അതാണ് എന്ത് ഈ ഒരു സിസ്റ്റത്തിന്റെ ലിമിറ്റേഷൻ. നോക്കി വുഡ് ദി സിസ്റ്റം അലൗസ് ടു ലൊക്കേറ്റ് ഓൾ പോയിന്റ്സ് ഓൺ എ 2D പ്ലെയിൻ? ഒരു 2D പ്ലെയിനിലുള്ള എല്ലാ പോയിന്റ്സിനും ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും ഈ സിസ്റ്റത്തിൽ? അതായത് പോസിറ്റീവ് മാത്രമുള്ള സിസ്റ്റത്തിൽ നമുക്ക് എല്ലാ പോയിന്റ്സിനും ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും ഇല്ല അല്ലേ. അപ്പൊ ഉത്തരം എന്താണ് നോ. ക്ലിയർ ആയ? ഇത്രയൊക്കെ ഉള്ളൂട്ടാ. നമുക്ക് എന്ത് ചെയ്യാം ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നോക്കി വായിച്ചു നോക്കി. ആർ ദീസ് പോയിന്റ്, അതായത് കുറച്ച് പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? MAG. നമുക്ക് എന്ത് ചെയ്യാം ഈ MAG നമുക്ക് എന്താ ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കാം. MAG വാല്യൂസ് എന്തൊക്കെയാണ്? എമ്മിന്റെ വാല്യൂ എത്രയാണ്? -3, -4. ഇനി എയുടെ വാല്യൂ എത്രയാണ്?
0,0 ജിയുടെ വാല്യൂ 6,8 അല്ലേ. ഇനി ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചേക്കണം, ആർ ദീസ് പോയിന്റ്സ് എം എ ജി ഓൺ ദ സെയിം സ്ട്രേറ്റ് ലൈൻ, സജസ്റ്റ് എ മെത്തേഡ് ടു ചെക്ക് ദിസ് വിത്തൗട്ട് പ്ലോട്ടിങ് ആൻഡ് ജോയിനിങ് ദ പോയിന്റ്. അതായത് ഗ്രാഫ് പേപ്പർ ഒന്നും ഇല്ലാതെ ഗ്രാഫിൽ വാല്യൂസ് പ്ലോട്ട് ചെയ്യാണ്ട് നമുക്ക് ഈ 3 പോയിന്റും ഒരു സ്ട്രേറ്റ് ലൈനിൽ കൂടെ പാസ് ചെയ്യണം പറ്റുമെന്നാണ് ചോദിച്ചേക്കണം. അതിന് ഒരു മെത്തേഡ് സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞേക്കണം. നോക്കിക്കോട്ടെ, മെത്തേഡ് ഇതാണ്. നോക്കിയേ പിള്ളേരെ, ഈ 3 പോയിന്റും സ്ട്രേറ്റ് ലൈനാണെന്ന് വിചാരിക്കാം. ഈ 3 പോയിന്റും എന്തിലാണ്? ഒരു സ്ട്രേറ്റ് ലൈനിലാണ്. നോക്കി, ഞാൻ എന്താ വരയ്ക്കുകയാണ്? ഒരു സ്ട്രേറ്റ് ആയിട്ടുള്ള ലൈൻ വരയ്ക്കുകയാണ്. ഇതിലെന്ത് പ്ലോട്ട് ചെയ്യണം? 3 പോയിന്റുകളെ പ്ലോട്ട് ചെയ്യണം. ഏതൊക്കെയാണ്? എം എ ജി അല്ലേ. നോക്കി, ഞാൻ എന്താ പറഞ്ഞു? ഈ 3 പോയിന്റും എന്തിനാണ്? സ്ട്രേറ്റ് ലൈനാണ്. അഥവാ ഈ 3 പോയിന്റും സ്ട്രേറ്റ് ലൈനാണെങ്കിൽ എന്താണ്? ഈ ഒരു ഡിസ്റ്റൻസ് ഇല്ലേ, എം എ എന്ന് പറയുന്ന ഡിസ്റ്റൻസ്, പിന്നെന്താണ് എ ജി എന്ന് പറയുന്ന ഡിസ്റ്റൻസ്, ഈ 2 ഡിസ്റ്റൻസും കൂടി ആഡ് ചെയ്യുമ്പോൾ എനിക്ക് എത്ര കിട്ടണം? ഈ എം ജി എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് എന്ത് ചെയ്യണം? കിട്ടണം അല്ലേ. ശരിയല്ലോ. നോക്കി, ഈ 3 പോയിന്റ്സും സ്ട്രേറ്റ് ലൈനിലാണെങ്കിൽ, അതായത് ഈ ഒരു രീതിയിലാണ് കിടക്കണമെങ്കിൽ എം എ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസും എ ജി എന്ന് പറഞ്ഞ ഡിസ്റ്റൻസും സം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കൂട്ടുമ്പോൾ എനിക്ക് എത്ര കിട്ടണം? ഈ എം ജി എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് കിട്ടണം. ക്ലിയർ അല്ലേ? മനസ്സിലായില്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യാൻ പോണ്? എം എ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസും എ ജി എന്ന് പറഞ്ഞ ഡിസ്റ്റൻസും കൂട്ടുമ്പോൾ നമുക്ക് എം ജി എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് കിട്ടുമെന്ന് ചെക്ക് ചെയ്യാം. അഥവാ ഇത് രണ്ട് സെയിം ആണെങ്കിൽ എന്താണ്? എമ്മും എയും ജിയും എന്താണ്? ഒരു സ്ട്രേറ്റ് ലൈനിൽ കൂടെ പാസ് ചെയ്യണം. ക്ലിയർ ആയില്ലേ? മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് എന്ത് ചെയ്യണം? നമ്മ എം എ കണ്ടുപിടിക്കണം, എ ജി കണ്ടുപിടിക്കണം, എം ജി കണ്ടുപിടിക്കണം. എന്നിട്ട് എന്ത് ചെയ്യുക? ഓരോന്നും എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കിട്ടണോ നോക്കാം. ഓക്കെ, നമ്മളിവിടെ എന്താണുള്ളൂ? സജസ്റ്റ് ചെയ്യാൻ മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പം എന്ത് ചെയ്യുക? ചെയ്യണ്ട. നമുക്ക് എന്ത് ചെയ്യുക? ഈ ഒരു മെത്തേഡ് മാത്രം എന്ത് ചെയ്യുക? എക്സ്പ്ലെയിൻ ചെയ്യുക. എന്താണ്? എമ്മും എയും ജിയും എന്താണ്? ഒരേ പോയിന്റ് അഥവാ ഒരേ ലൈനിൽ കൂടെ പാസ് ചെയ്യുന്ന പോയിന്റ്സ് ആണെങ്കിൽ എമ്മും എയും, അതായത് എം തൊട്ട് എ വെച്ച ഡിസ്റ്റൻസും എ തൊട്ട് ജി വരെ ഡിസ്റ്റൻസും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ലെങ്ത് അഥവാ എം ജി എന്ന ഡിസ്റ്റൻസ് കിട്ടും. അഥവാ ഇത് സെയിം ആണെങ്കിൽ എന്താണ്? എമ്മും എയും ജിയും എന്തിലാണ്? ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈനിലാണ് വരണം. ക്ലിയർ ആയില്ലേ? മനസ്സിലായില്ലേ? സജസ്റ്റ് മാത്രം ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം? ഏഴാമത്തെ ക്വസ്റ്റ്യനിൽ കിടക്കേണ്ട. ഏഴാമത്തെ ക്വസ്റ്റ്യൻ ശരിക്കും പറഞ്ഞാൽ 6ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആണ്. 6ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഏതൊരു മെത്തേഡാണ് സജസ്റ്റ് ചെയ്തത് അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ക്ലിയർ ആയില്ലേ? നോക്കി നോക്കട്ടെ. എന്നിട്ട് എന്ത് ചെയ്യണം? ലാസ്റ്റ് എന്ത് ചെയ്യണം? ഈ വാല്യൂസ് പ്ലോട്ട് ചെയ്ത് നമ്മൾ ആൻസർ ശരിയാണെന്ന് കൂടി നോക്കണം. ഓക്കെ, നോക്കിക്കോട്ടെ. Use your method from problem 6 to check if the points minus R, B and C are on the same line. നമുക്ക് എന്ത് ചെയ്യണം? ആറും ബിയും സിയും ഒരു സെയിം ലൈനിലാണോ ചെക്ക് ചെയ്യണം. ഏതൊക്കെയാണ് പോയിന്റ്സ്? ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യും? പോയിന്റ്സ് എടുത്ത് തരും. ഏതൊക്കെയാണ്? ആറ്, ബി, സി. ആറിന്റെ കോർഡിനേറ്റ് ഏതൊക്കെയാണ്? നോക്കിയുള്ളവര്, ആറിന്റെ കോർഡിനേറ്റ് എത്രയാണ്? -5,1. ഇനി ബിയുടെ കോർഡിനേറ്റ്സ് ഏതൊക്കെയാണ്? -2, -5. ഇനി സിയുടെ കോർഡിനേറ്റ്സ് എത്രയ്ക്ക്? 4, -12. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഈ 3 പോയിന്റും കൊല്ലീനിയർ ആണോ അതോ എല്ലാവരും ഒരേ സ്ട്രേറ്റ് ലൈനിലാണോ പാസ് ചെയ്യണം നോക്കണ്ടേ. അപ്പൊ കണ്ടീഷൻ എന്താണ്? നമ്മുടെ ഇതാണ് 3 പോയിന്റ് കഴിച്ചോട്ടോ. ഏതൊക്കെയാണ്? ആറ്, ബി, സി. അപ്പൊ ഈ 3 പേരും ഒരേ ലൈനിൽ പാസ് ചെയ്യുന്ന എന്താണ്? ആറിക്ക് ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് അഥവാ ആർ ബി പ്ലസ് ബി എന്ന് സിക്ക്
എത്രയാണ് ബി സി എന്ത് സെയിം ആയിരിക്കും ഈ 6 തൊട്ട് എ വരെയുള്ള ഡിസ്റ്റൻസിക്ക് എന്തായിരിക്കും സെയിം ആയിരിക്കും. അതായത് ആർ സിക്ക് എന്തായിരിക്കും സെയിം ആയിരിക്കും. നമുക്ക് എന്താ ചെയ്യാം ഈ ഓരോന്ന് കണ്ടുപിടിച്ചിട്ട് ഓരോന്ന് ഇക്വേറ്റ് ചെയ്തിട്ട് ഈ ഒരു സാധനം കിട്ടണമെന്ന് നോക്കാം. അഥവാ ഇത് സെയിം ആണെന്ന് കിട്ടണമെങ്കിൽ നമുക്ക് എന്താണ് ആറും ബിയും സിയും എന്താണ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈനാണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പറയാൻ പറ്റും. ക്ലിയർ ആയില്ലേ? നമുക്ക് എന്ത് ചെയ്യാം ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം ആർ ബി കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ ഡിസ്റ്റൻസ് ആണല്ലോ നമ്മൾ കണ്ടുപിടിക്കാൻ പോകണം, അതായത് ദൂരം കണ്ടുപിടിക്കണം. അപ്പൊ ദൂരം അഥവാ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എത്രയാണ് റൂട്ട് ഓഫ് x2 minus x1 the whole square plus y2 minus y1 the whole square. ക്ലിയർ ആയില്ലേ? നമുക്ക് എന്ത് ചെയ്യാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. നോക്കിയാൽ ഫസ്റ്റ് എന്ത് ചെയ്യാം ആർ ബി കണ്ടുപിടിക്കുക അല്ലേ. എന്ത് കണ്ടുപിടിക്കുക ആർ ബി. ഏതൊക്കെയാണ് പോയിന്റ്സ് -5,1 പിന്നെ ഏതാണ് -2,-5. നമ്മൾ എന്ത് ചെയ്യാൻ പോണ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോണ്. എത്ര കിട്ടും റൂട്ട് ഓഫ് ഇതെൻ്റെ x1 y1 ഇതെൻ്റെ x2 y2 x2 മൈനസ് x1 എത്ര ഉള്ളത് നോക്കി -2, -5 the whole square plus y2 minus y1 എത്ര -5 -1 the whole square. ഓക്കെ, സെയിം എത്ര കിട്ടും നോക്കിക്കോട്ടെ. ഈ രണ്ട് മൈനസ് കൂടി എന്തായി പ്ലസ് ആയി, എന്തായി പ്ലസ് ആയി. അപ്പോൾ എത്രയായി -2 + 5 the whole square plus -5 -1 the whole square. ഉത്തരം എത്ര കിട്ടും നോക്കി. ഈ 5ഉം -2ഉം കൂടി എന്താവും 3 ആവും. 3 സ്ക്വയർ പ്ലസ് ഇനി -5ഉം -1ഉം കൂടി എന്താവും -6 ആവും. -6 the whole square എത്ര കിട്ടും റൂട്ട് 9 + 36 കിട്ടും അല്ലേ. അഥവാ എത്ര കിട്ടും റൂട്ട് 45. ക്ലിയർ അല്ലേ? അപ്പം എന്ത് കണ്ടുപിടിച്ച് ആർ ബി കണ്ടുപിടിച്ചല്ലേ. ഇനി എന്ത് പിടിക്കണം ബി സി കണ്ടുപിടിക്കണം. നോക്കിയേ ബി സിയിൽ എത്രയാണ് വാല്യൂ ഉള്ളത് നോക്കിയേ. ബി സി പോയിന്റ്സ് ഏതൊക്കെയാണ് -2, -5 4, -12. ഇക്വേഷൻ കൊടുക്കുക എന്നാണ് റൂട്ട് ഓഫ് x2 - x1 the whole square y2 minus y1 the whole square. നോക്കി ഇതാണ് എന്ത് x1 y1, ഇതാണ് എന്ത് x2 y2. നോക്കിക്കോട്ടെ എത്രയാണ് 4 -2 the whole square plus -12 -5 the whole square. എത്ര കിട്ടും 6 square -7 the whole square റൂട്ട് 36 + 49 കിട്ടും അല്ലേ. എത്ര കിട്ടും വാല്യൂസ് റൂട്ട് 85 കിട്ടും. ഓക്കെ, ഫസ്റ്റത്തെ വാല്യൂ എന്ത് കിട്ടി നമുക്ക് 45 കിട്ടി. രണ്ടാമത്തെ വാല്യൂ എത്ര കിട്ടി 85 കിട്ടി. ഓക്കെ പിള്ളേരെ നോക്കി ആറാം ദിവസം നമ്മൾ എന്ത് ചെയ്ത് ഒരു മെത്തേഡ് സജസ്റ്റ് ചെയ്തില്ലേ എന്തിനുള്ള കൊളീനിയറിറ്റി ചെക്ക് ചെയ്യാനുള്ള. ഈ മെത്തേഡ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം. നോക്കി യൂസ് യുവർ മെത്തേഡ് ഫ്രം പ്രോബ്ലം 6 ടു ചെക്ക് ഇഫ് ദ പോയിന്റ്സ് ആർ ബി സി ആർ ആർ ദ സെയിം സ്ട്രെയിറ്റ് ലൈൻ. അതായത് ആറും ബിയും സിയും എന്താണ് ഒരേ ലൈനിൽ വരുമോ നോക്കാം. നമുക്ക് നോക്കാം. അപ്പൊ എങ്ങനെ ചെക്ക് ചെയ്യാൻ പോണം ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം പോയിന്റ്സ് ഒന്ന് എടുത്ത് ചെയ്താലേ. ഫസ്റ്റത്തെ പോയിന്റ് എന്ത് ആറിന്റെ വാല്യൂ എത്രയാണ് r = -5, -1 അല്ലേ. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താണ് ബി അല്ലേ. ബിയുടെ വാല്യൂ എത്രയാണ് b = -2, -5. ഇനി മൂന്നാമത്തെ പോയിന്റോ
സി ഈക്വൽ ടു 4, -2. ഈ 3 പോയിന്റും സ്ട്രേറ്റ് ലൈനിലാണെങ്കിൽ ഇക്വേഷൻ എന്താണ്? ആർ ബി പ്ലസ് ബി സി ഈക്വൽ ടു ആർ സി. നമുക്ക് എന്ത് ചെയ്യാം? ഓരോന്ന് കണ്ടുപിടിച്ചിട്ട് ഇക്വേറ്റ് ചെയ്തിട്ട് ഇത് ഈക്വൽ ആയിട്ട് വരെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ 3 പോയിന്റും, അതായത് ആറും ബിയും സിയും എന്താണ്? എല്ലാം ഒരു സ്ട്രേറ്റ് ലൈൻ അഥവാ ആർ ബി സി എന്താണ്? കൊലീനിയർ ആണെന്ന് പറയാൻ പറ്റും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് എന്ത് ചെയ്യാം? ആർ ബിയുടെ ഡിസ്റ്റൻസ് എന്ത് ചെയ്യാം? ഫൈൻഡ് ചെയ്യാം. അപ്പൊ എന്താണ് കണ്ടുപിടിക്കാൻ പോണ? ഡിസ്റ്റൻസ് അല്ലേ? അപ്പൊ ഇക്വേഷൻ എന്തായിരിക്കും? ഡിസ്റ്റൻസ് ഫോർമുല അഥവാ x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ദ ഹോൾ സ്ക്വയർ. ഇനി ആർ ബി ആണ് നോക്കാൻ പോണം. അപ്പൊ ആർ ബിയിൽ ആർ എത്രയാണ്? -5, -1. ബി എത്രയാണ്? -2, -5 അല്ലേ? പിള്ളേര് നോക്കി, ഇതാണ് എൻ്റെ എന്ത്? x1 y1. ഇതോ x2 y2. നമുക്ക് എന്ത് ചെയ്യാം? ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എത്ര കിട്ടും നോക്കാം. ഫസ്റ്റ് എന്ത് ചെയ്യാം? x2 മൈനസ് y1 ദ ഹോൾ സ്ക്വയറിലെ -2 -5 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ദ ഹോൾ സ്ക്വയർ എത്ര കിട്ടും? -5 -1 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, നോക്കി, മൈനസ് എന്തായി? പ്ലസ് ആയി. അപ്പൊ എത്ര കിട്ടി? 3 ദ ഹോൾ സ്ക്വയർ. ഇനി ഇവിടെ എന്തായി? -5 -1 മൈനസും പ്ലസ് ആവും. ഉത്തരത്തിൽ എത്ര വരും? -4 ദ ഹോൾ സ്ക്വയർ. 3ന്റെ സ്ക്വയർ എത്രയാണ്? 9. -4 സ്ക്വയർ 16. 9 4 എത്ര കിട്ടും? √25 വരും അല്ലേ? √25ന്റെ വാല്യൂ എത്രയാണ്? 5. അപ്പൊ ആർ ബി ലെങ്ത് നമുക്ക് എത്ര കിട്ടി? 5 കിട്ടി. അതേപോലെ നമുക്ക് എന്താണ് കണ്ടുപിടിക്കുക? ബി സിയും ആർ സിയും കണ്ടുപിടിക്കുക. അപ്പൊ ഫസ്റ്റ് നമുക്ക് എന്ത് കിട്ടി? ആർ ബി ലെങ്ത് കിട്ടിയല്ലേ? ആർ ബി ലെങ്ത് എത്ര വന്നത്? ആർ ബി ഈക്വൽ ടു 5 യൂണിറ്റ്. അപ്പൊ ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ച് ആർ ബി കണ്ടുപിടിച്ചില്ലേ? ആർ ബിയുടെ വാല്യൂ എത്രയാണ്? 5 യൂണിറ്റ്. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കണം? ബി സി കണ്ടുപിടിക്കണം. ബി സി എത്രയാണ്? ബി സി ഏതൊക്കെ പോയിന്റുകളാണ് പിള്ളേരെ? നോക്കി, -2, -5. സി എത്രയാണ്? 4, -12. ഇതിൽ ഇതാണ് എന്ത്? എൻ്റെ x1 y1, ഇതാണ് എന്ത്? x2 y2. നമുക്ക് എന്ത് ചെയ്യാം? ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എത്ര വരും? √x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ അല്ലേ? അഥവാ 4 -2 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 എത്രയാണ്? -12 -5 ദ ഹോൾ സ്ക്വയർ. ഈ മൈനസും എന്താവും? പ്ലസ് ആവും. 4 + 2 എത്ര കിട്ടി? 6 സ്ക്വയർ പ്ലസ് ഈ മൈനസും എന്താവും? പ്ലസ് ആവും. എത്ര കിട്ടി? -7 ദ ഹോൾ സ്ക്വയർ. 6ന്റെ സ്ക്വയർ എത്രയാണ്? 36. 7ന്റെ സ്ക്വയർ 49. എത്ര കിട്ടും? √85 യൂണിറ്റ് കിട്ടും. ഓക്കെ, അപ്പൊ ബി സിയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 85 കിട്ടി. ഇതേപോലെ നമുക്ക് എന്താണ് കണ്ടുപിടിക്കുക? അടുത്ത സൈഡായിട്ടുള്ള ആർ സി കണ്ടുപിടിക്കുക. ഓക്കെ, നോക്കിക്കോടാ, ലാസ്റ്റ് സൈഡ് എത്രയാണ്? ടോട്ടൽ ലെങ്ത് അഥവാ ആർ സി എത്രയാണ്? -5, -1. ഓക്കെ, സി എത്രയാണ്? 4, -12. ചെയ്ത് നോക്കുക. എന്ത് യൂസ് ചെയ്യുക? ഡിസ്റ്റൻസ് ഫോർമുല. ഫസ്റ്റ് x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ അല്ലേ? ഇതാണ് എൻ്റെ x1 y1, ഇതാണ് എൻ്റെ എന്ത്? x2 y2. ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും തെറ്റില്ല കേട്ടോ. നോക്കി, ഫസ്റ്റ് എന്ത്? x2 മൈനസ് y1 ദ ഹോൾ സ്ക്വയർ 4 -5 ദ ഹോൾ സ്ക്വയർ പ്ലസ്
y2 മൈനസ് y1 ദ ഹോൾ സ്ക്വയർ അല്ലേ? എത്രയാണ്? -12 മൈനസ് -1 ദ ഹോൾ സ്ക്വയർ. എത്ര ഇടും നോക്കി? ഈ മൈനസ് മൈനസ് എന്തായി? പ്ലസ് ആയി. എത്ര വന്ന്? 9 സ്ക്വയർ പ്ലസ് ഈ മൈനസ് മൈനസ് എന്തായി? പ്ലസ് ആയി. എത്ര വന്ന്? -11 ദ ഹോൾ സ്ക്വയർ. 9 സ്ക്വയർ എത്ര വന്ന്? 81 പ്ലസ് 11 സ്ക്വയർ 121. എത്ര കിട്ടും? 202 കിട്ടും. അപ്പൊ RC എത്ര വന്ന്? √202 യൂണിറ്റ്. ഇതെന്തായിരുന്നു? √85 അല്ലേ? പിള്ളേരെ നോക്കി, ഒരിക്കലും 5ഉം √85ഉം കൂട്ടും നമുക്ക് എത്ര കിട്ടൂല? 202 അഥവാ √202 കിട്ടൂല. അപ്പൊ എന്താണ്? RBC എന്തല്ല? ഒരു സ്ട്രേറ്റ് ലൈൻ അല്ല. ക്ലിയർ ആയില്ലേ? ഇതേപോലെ നമ്മൾ ചെക്ക് ചെയ്യുക, കൊളീനിയാരിറ്റി ചെക്ക് ചെയ്യാം കേട്ടോ. ഇത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.